Good evening. This is Akshaya. I have written on India rank of 220 in the chapter Morphology of Flowering Plants. It's similar questions are ചെയ്യുന്നത്. But let's continue with what is remaining. Fourteenth question ആണ് നമ്മൾ ഇനി 14th question ആണ് ഇനി ചെയ്യേണ്ടത്. അപ്പൊ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ. അപ്പൊ ആ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ബ്രാക്റ്റും ബ്രാക്ടിയോളും, സെക്കൻഡ് പൾവൈനസ് പീറ്റിയോൾ, എന്ത് പറയാൻ ഡിഫറൻസസ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോ എ സബ് ഡിവിഷനിൽ വരുന്ന എന്താ ബ്രാക്ട് ആൻഡ് ബ്രാക്ടിയോൾ. അപ്പൊ നമ്മളൊരു ഫ്ലവറിന്റെ ക്രോസ് സെക്ഷൻ എടുക്കുകയാണെങ്കിൽ, ക്രോസ് സെക്ഷനിലെ ഫ്ലവറിന്റെ ഒരു ഡയഗ്രാം എടുക്കുകയാണെങ്കിൽ നമുക്ക് എങ്ങനെ മനസ്സിലാവും? നമുക്കറിയാം ഒരു ഗ്രീൻ സെപ്പൽ ലൈക്ക് പാർട്ട് ഉണ്ട് ഫ്ലവറിന് ടു പ്രൊട്ടക്ട് എന്ത് ഫ്ലവർ ഇൻ ദി ബഡ് സ്റ്റേജ്. ആൻഡ് അതിന്റെ മേലെ നമുക്ക് എന്ത് കാണാൻ പറ്റും? അതിന്റെ മേലെ നമുക്ക് നോർമൽ ഗൈനീഷ്യം പോലെ കാണാൻ പറ്റും, സ്റ്റൈൽ, സ്റ്റിഗ്മ, ഓവറി, അങ്ങനത്തെ സാധനങ്ങളൊക്കെ. ആൻഡ് ഇതിന് ചുറ്റും നമ്മുടെ ഫിലമെന്റും ആന്തറും, അതായത് സ്റ്റേമൻ കാണാൻ പറ്റും. ആൻഡ് ഇതിന് അറൗണ്ട് പെറ്റൽ കാണാൻ പറ്റും. ആൻഡ് താഴോട്ട് ആസ് യൂഷ്വൽ എന്ത് ചെറിയൊരു പെഡിസിൽ ഉണ്ടാവും. ഇനി ബ്രാക്ട് എന്ന് പറയുന്നത് എവിടെയാണ് നമുക്ക് കാണാൻ പറ്റുക? അതായത് നമ്മുടെ ഫ്ലവർ ഹോൾഡ് ചെയ്യുന്ന സ്റ്റോക്കായ പെഡിസലിന്റെ ഏറ്റവും ബേസിൽ നമ്മളൊരു ചെറിയ ഗ്രീൻ സ്ട്രക്ചർ കാണും, അതായത് ലീഫ് ലൈക്ക് സ്ട്രക്ചർ. നമ്മൾ അതിനെ എന്ത് വിളിക്കും? ബ്രാക്ട് എന്ന് വിളിച്ചു. ഇനി ബ്രാക്ടിയോൾ എവിടെയാണ്? ഫ്ലവറിന്റെ കുറച്ചും കൂടി അടുത്ത്, അതായത് പെഡിസലിന്റെ ഏറ്റവും ബേസിലല്ല, അതിനും അടുത്ത്, അതായത് കുറച്ച് ഉള്ളിലോട്ട് നമുക്ക് എന്ത് കാണാൻ പറ്റും? ഇങ്ങനെ ബ്രാക്ടിയോൾസ് കാണാൻ പറ്റും. അപ്പോ ഇത് രണ്ടും തമ്മിലുള്ള, ഇത് ആദ്യം ഒന്ന് നോട്ട് ചെയ്യുക. എന്നിട്ട് ഇത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? ബ്രാക്ട് വേഴ്സസ് ബ്രാക്ടിയോൾ എന്താണ്? നമുക്കറിയാം ബ്രാക്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ചെറിയ ഒരു ലീഫ് ലൈക്ക് സ്ട്രക്ചർ ആണ്. ആൻഡ് അത് എവിടുന്ന് ഡെവലപ്പ് ചെയ്തു? ഫ്രം ദി പെഡിസൽ. ഈ കാണുന്ന പെഡിസലിന് ഡെവലപ്പ് ചെയ്ത ചെറിയ ലീഫ് ലൈക്ക് സ്ട്രക്ചർ ആണ് ബ്രാക്ട്. Small leaf-like structure developing from the pedicel. ഇനി ബ്രാക്ടിയോൾ എന്താണ്? നമുക്കറിയാം അതും സെയിം ആയിട്ടുള്ള ഒരു ലീഫ് ലൈക്ക് സ്ട്രക്ചർ ആണ്. പക്ഷെ ഇത് എവിടെയാണ് കാണുക? ബിറ്റ്വീൻ ബ്രാക്ട് ആൻഡ് ദി ഫ്ലവർ. ലീഫ് ലൈക്ക് സ്ട്രക്ചർ ലൊക്കേറ്റഡ് എവിടെ? ലൊക്കേറ്റഡ് ബിറ്റ്വീൻ ദി ബ്രാക്ട് ആൻഡ് ദി ഫ്ലവർ. ഇനി കുറച്ചും കൂടി ടെക്നിക്കലി പറയുകയാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ഇതിന്റെ ബ്രാക്ടിന്റെ ലൊക്കേഷൻ എങ്ങനെയാണ്? ബിലോ ദി ഫ്ലവർ നമുക്ക് പറയാൻ പറ്റും. ഇനി ബ്രാക്ടിയോൾസ് എങ്ങനെയാണ്? കുറച്ചും കൂടി നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? വിച്ച് ആർ പ്രസന്റ് ഇൻ ദി ഫ്ലവർ എന്ന് പറയാൻ പറ്റും. കാരണം എന്താ? ഏറ്റവും അടുത്ത് ഏതാണ്? ബ്രാക്ടിയോൾ. അത് കഴിഞ്ഞിട്ടാണ് ഏറ്റവും ബേസിൽ ബ്രാക്ട് വരുന്നത്. ഇനി അതിന്റെ മറ്റ് ഡിഫറൻസ് എന്തൊക്കെയാണ്? ഈ ബ്രാക്ട് എന്ന് പറയുന്ന സ്ട്രക്ചർ എങ്ങനെയായിരിക്കാം? അവര് ചെറുതോ വലുതോ ആയിരിക്കാം. ആൻഡ് അവർക്ക് പലതരം ഷേപ്പ് അല്ലെങ്കിൽ കളേഴ്സിൽ നമുക്ക് കാണാൻ പറ്റും. ഈ ബ്രാക്ട് എന്ന് പറഞ്ഞ സാധനം സ്മോൾ അല്ലെങ്കിൽ ലാർജ് ആവാം, വിത്ത് പല രീതിയിലുള്ള ഷേപ്സ് ആൻഡ് കളേഴ്സിൽ നമുക്ക് കാണാൻ പറ്റും. ഇനി നമ്മൾ ബ്രാക്ടിനെ എന്തും കൂടി വിളിക്കും? ട്രങ്കേറ്റഡ് ലീഫ് എന്ന് വിളിക്കും. കാരണം എന്താ? ഇറ്റ് ഈസ് ഓൾമോസ്റ്റ് ലൈക്ക് എ ലീഫ് ലൈക്ക് സ്ട്രക്ചർ ആൻഡ് നിയർ ദി ബേസ് ഓഫ് പെഡിസൽ. ഇനി അടുത്ത പ്രത്യേകത എന്താന്ന് വെച്ചാൽ ഹൈപ്പോഗൈനസ് ഫ്ലവേഴ്സ്. ഇൻ ഹൈപ്പോഗൈനസ് ഫ്ലവേഴ്സ് എന്ന് വെച്ചാൽ സുപ്പീരിയർ ഓവറി ഉള്ള ഫ്ലവേഴ്സിൽ ബ്രാക്ട് എങ്ങനെയായിരിക്കും? ബ്രാക്ട് ഇസ് ആബ്സെന്റ്.
ഇത്രയും കാര്യം എന്തിനെ പറ്റി പറഞ്ഞു? ബ്രാക്റ്റിനെ പറ്റി പറഞ്ഞു. ഇനി എക്സാമ്പിൾ ബൊഗെയിൻവില്ല, ഹിബിസ്കസ്. ഇത് രണ്ടും എന്തുള്ള ഫ്ലവേഴ്സ് ആണ്? ബ്രാക്റ്റ് ഉള്ള ഫ്ലവേഴ്സ് ആണ്. ഇനി ബ്രാക്ടിയോൾ നോക്കുകയാണെങ്കിൽ ബ്രാക്ടിയോളിന് നമ്മൾ ഷേപ്പും സൈസ് ഒന്നും പറയുന്നില്ല, ഡയറക്ട്ലി പറയാണ് എന്ത്? ഇറ്റ് ഇസ് എ ലീഫ് ലൈക്ക് സ്ട്രക്ചർ ഫൗണ്ട് ബിറ്റ്വീൻ ബ്രാക്ട് ആൻഡ് ദി ഫ്ലവർ. അതായത് ഏറ്റവും ബേസിലെ ബ്രാക്റ്റിനും ഫ്ലവറിനും നടുക്ക് നമുക്ക് കാണാൻ പറ്റുന്ന ഒരു ലീഫ് ലൈക്ക് സ്ട്രക്ചർ ആണ്. ആൻഡ് ബ്രാക്ടിയോൾസ് ആബ്സെന്റ് ആവുകയാണെങ്കിൽ, എവിടെ? ഫ്ലവറിൽ ബ്രാക്ടിയോൾസ് ആബ്സെന്റ് ആണെങ്കിൽ ഫ്ലവർ ഇസ് കോൾഡ് ബ്രാക്ടിയോളേറ്റ്. ഇനി ഇതിനെ നമ്മൾ ഓൾസോ നോൺ ആസ് എന്തെന്ന് വിളിക്കും? അതായത് സെക്കൻഡറി ബ്രാക്ട് എന്ന് നമുക്ക് ഇതിനെ വിളിക്കാം. ആൻഡ് ഫൈനലി എക്സാമ്പിൾ നമ്മൾ എന്ത് പറയും? പി ആണ് ഏതിന്റെ എക്സാമ്പിൾ? ബ്രാക്ടിയോളിന്റെ എക്സാമ്പിൾ. അപ്പൊ ഇത്രയും കാര്യം പറയുമ്പോൾ എന്തായി? ബ്രാക്റ്റിന്റെ ഡീറ്റെയിൽ ഡിസ്ക്രിപ്ഷൻ ആയി ആൻഡ് ബ്രാക്ടിയോളിന്റെ എക്സാക്ട് ആയി. ഇനി ഈ ഡയഗ്രം കൂടി കാണിച്ചത് ബ്രാക്ടിയോൾ എന്താണ്, ബ്രാക്ട് എന്താണ് നോക്കും. ഇനി സബ്ഡിവിഷൻ ബി എന്താണ് ചോദിച്ചിരിക്കുന്നത്? പൾവൈനസ് ആൻഡ് പീറ്റിയോൾ. ഞാൻ ഒരു കാര്യം പറയാൻ വിട്ടു, എന്താണ്? ബ്രാക്ട് ഉള്ള ഫ്ലവേഴ്സിന് എന്തും കൂടി നമുക്ക് പറയാം. ടൂലിപ്സ് ഒരു നല്ലൊരു ഇൻ ബ്രാക്ടിയേറ്റ് ആയിട്ടുള്ള ഫ്ലവേഴ്സ്, അതായത് ബ്രാക്ട് പ്രസന്റ് ആയിട്ടുള്ള ഫ്ലവേഴ്സിൽ. ഇനി പൾവൈനസ് വേഴ്സസ് പീറ്റിയോൾ. പൾവൈനസ് എന്താണ്? അതായത് ബേസിക് സ്ട്രക്ചർ നോക്കുകയാണെങ്കിൽ നമുക്ക് എന്തെന്ന് പറയാൻ പറ്റും? സ്വോളൻ ആയിട്ടുള്ള ലീഫ് ബേസ്. അതായത് ഒരു അത് എന്താണ്? അതിന്റെ ബേസിന്റെ അടുത്ത് അതിനൊരു സ്വെല്ലിംഗ് ഉണ്ട്. ലീഫിന്റെ സ്റ്റോക്ക് എത്തിയിട്ടില്ല, ജസ്റ്റ് ലീഫിന്റെ ലാമിനയുടെ ബേസിന് അങ്ങോട്ട് തന്നെ ചെറിയൊരു സ്വോളൻ നേച്ചർ അല്ലെങ്കിൽ അപ്പിയറൻസ് ഉണ്ട്. അതിനാണ് നമ്മൾ പൾവൈനസ് എന്ന് വിളിക്കുന്നത്. അതേസമയം പീറ്റിയോൾ എന്തെന്ന് പറയാൻ പറ്റും? നമുക്കറിയാം സ്റ്റോക്ക് ആണ് ലീവ്സിന്റെ. ആൻഡ് ഈ സ്റ്റോക്ക് എവിടെ ലൈ ചെയ്യും? അതായത് ഇതെന്താണ്? ലീഫിന്റെ ബേസ്. ഇത് ഇത്രയും ലാമിനയാണ്, ഇത് ലീഫിന്റെ ബേസ്. ഇതിന്റെ നടുക്ക് ഈ സ്റ്റോക്ക് ആയിട്ടുള്ള സ്ട്രക്ചർ ആണ് എന്ത്? പീറ്റിയോൾ നമ്മൾ വിളിക്കുന്നത്. ലീഫ് ബേസിന്റെയും ലാമിന എന്ന് പറഞ്ഞാൽ ആ ഹോൾ ബോഡി ഓഫ് ദ ലീഫ്. ഇനി ഫങ്ഷൻ നോക്കുകയാണെങ്കിൽ എങ്ങനെ കാണാൻ പറ്റും? രണ്ടിന്റെയും ഫങ്ഷൻ നോക്കുമ്പോൾ ചിലതരം നാസ്റ്റിക് മൂവ്മെന്റ്സ് പ്ലാന്റ് കാണിക്കും. അതിന് റെസ്പോൺസിബിൾ സ്ട്രക്ചർ ആണ് എന്ത്? പൾവൈനസ്. റെസ്പോൺസിബിൾ ഫോർ നാസ്റ്റിക് മൂവ്മെന്റ്സ്. ഇനി പീറ്റിയോൾ എന്തായിരിക്കും? സ്റ്റോക്ക് ആണ് നമുക്കറിയാം. അപ്പൊ സ്റ്റോക്കിന്റെ മെയിൻ ഫങ്ഷൻ എന്താണ്? ടു ഹോൾഡ് ദ ലീഫ്. ഹോൾഡ് ദ ലീഫ് ആൻഡ് എന്ത് എക്സ്പോഷർ കിട്ടാൻ വേണ്ടി? ഫോർ സൺ അല്ലെങ്കിൽ ടു ലൈറ്റ്, ഓർ എക്സ്പോഷർ ടു സൺ അല്ലെങ്കിൽ ലൈറ്റിലേക്ക് എക്സ്പോഷർ ചെയ്യാൻ. ആൻഡ് ഓൾസോ ഹെൽപ്പിംഗ് ഇൻ ഫ്ലട്ടറിംഗ് മൂവ്മെന്റ്സ്. ഇനി പൾവൈനസ് ഉള്ള എക്സാമ്പിൾ മസ്റ്റ് നോ ആണ് ലെഗ്യുമിനോസെ ഫാമിലി. എന്തായാലും അറിഞ്ഞെങ്കിൽ ലെഗ്യുമിനോസെ ഫാമിലിയിലെ പ്ലാന്റ്സ്, അതായത് ലെഗ്യൂംസിന് നമുക്ക് എന്ത് കാണാൻ പറ്റും? പൾവൈനസ് എന്തായാലും കാണാൻ പറ്റും. ഇനി പീറ്റിയോള് എന്താ പറയാ? ഏതെങ്കിലും രണ്ട് എക്സാമ്പിൾ, ഹിബിസ്കസ് അല്ലെങ്കിൽ റോസ്, ഇങ്ങനെ എന്തെങ്കിലും പറയാം. അപ്പൊ ഇത്രയാണ് എന്ത്? പൾവൈനസ് ആൻഡ് പീറ്റിയോള് തമ്മിലുള്ള ഡിഫറൻസ്. ഇനി നെക്സ്റ്റ് സബ്ഡിവിഷൻ സി എന്താണ് ചോദിച്ചിരിക്കുന്നത്? പെഡിസിൽ ആൻഡ് പെഡങ്കിൾ. ഇനി ഏറ്റവും ബേസിക്കലി നമുക്ക് പറയാൻ പറ്റുന്ന പെഡിസൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾ എങ്ങനെയെങ്കിലും ഓർത്ത് നോക്കുക, സ്റ്റോക്ക് ഓഫ് എ സിംഗിൾ ഫ്ലവർ. അതായത് ഒറ്റ ഫ്ലവറിനെ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അതിനെ ഹോൾഡ് ചെയ്യുന്ന സ്റ്റോക്കിനെയാണ് പെഡിസൽ എന്ന് പറയുന്നത്. പക്ഷെ പെഡങ്കിൾ എന്ന് പറയുന്നത് എന്താ?
സ്റ്റോക്ക് അല്ലെങ്കിൽ ആക്സിസ് ഓഫ് ഇൻഫ്ലോറസൻസ്. ഇൻഫ്ലോറസൻസ് എന്താ നമുക്കറിയാം. ഇൻഫ്ലോറസൻസിൽ കുറെ ഫ്ലവേഴ്സ് നമുക്ക് കാണാൻ പറ്റും. ബിയറിംഗ് മെനി ഫ്ലവേഴ്സ്. അപ്പൊ കുറെ ഫ്ലവേഴ്സിലെ ഒരു ഇൻഫ്ലോറസൻസിന്റെ സ്റ്റോക്കാണ് എന്ത്? പെഡിക്കിൾ, പെഡങ്കിൾ. ഇനി ഇത് കൺഫ്യൂസ്ഡ് ആവരുത്. നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? ഫോർ എക്സാമ്പിൾ നമ്മളൊരു ഇൻഫ്ലോറസൻസ് എടുക്കണം. അപ്പൊ ഇൻഫ്ലോറസൻസ് നമുക്കറിയാം രണ്ട് തരമുണ്ട്, റെസിമോസ്, സൈമോസ്. അപ്പൊ അതിലുള്ള ഏതെങ്കിലും ഒരു ഇൻഫ്ലോറസൻസ് എടുക്കാണ്. അപ്പൊ നമുക്കറിയാം അതിലിങ്ങനെ കുറെ ഫ്ലവേഴ്സ് ഇങ്ങനെ അറേഞ്ച്ഡ് ആയിരിക്കും. ഇനി ഈ കുറെ ഫ്ലവേഴ്സ് അറേഞ്ച്ഡ് ആയ ഒരു ഹോൾ ഇൻഫ്ലോറസൻസിൽ ഒരു സിംഗിൾ ഫ്ലവർ കാണിച്ചിട്ട് ഇതൊരു സിംഗിൾ ഫ്ലവർ അല്ലേ? ഇനി ഈ സിംഗിൾ ഫ്ലവറിന്റെ ഈ സ്റ്റോക്കിനെ നമുക്ക് എന്ത് വിളിക്കാം? പെഡി സെൽ. അതേസമയം ഈ ഹോൾ ഇൻഫ്ലോറസൻസിന്റെ, അതായത് കംപ്ലീറ്റ് ഇൻഫ്ലോറസൻസിനെ ഹോൾഡ് ചെയ്യുന്ന ആരാണ്? ഈ ഒരു വലിയ സ്റ്റോക്ക് അല്ലേ? അപ്പോ ഈ വലിയ സ്റ്റോക്കിനെ നമുക്ക് എന്ത് വിളിക്കാം? പെഡങ്കിൾ. അപ്പൊ എന്ത് മനസ്സിലായി? പെഡിസെലും പെഡങ്കിളും തമ്മിലുള്ള ഡിഫറൻസസ് മനസ്സിലായി. ഇനി സബ് ഡിവിഷൻ ഡി ചോദിച്ചിരിക്കുന്നത് സ്പൈക്കും സ്പാഡിക്സും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇനി ഇതിന് മേജറായിട്ട് ഡിഫറൻസ് ഇല്ല. നമ്മൾ ഓരോന്നിനെയും കണ്ടിട്ട് എന്താണ് എന്നുള്ളത് പറയണം. സ്പൈക്ക് എന്ന് പറയുന്നത് ഇതെന്താണ്? രണ്ടും ഇൻഫ്ലോറസൻസിന്റെ സ്പെഷ്യൽ ടൈപ്സ് ആണ്. ഇനി നമുക്ക് ആദ്യം സ്പൈക്കിനെ എടുത്ത് നോക്കിയാല് എന്താണ്? ടൈപ്പ് ഓഫ്, എങ്ങനെ നമുക്കറിയാം ഇൻഫ്ലോറസൻസിന് ബ്രാഞ്ച് ഇൻഫ്ലോറസൻസ് ഉണ്ടാവും, അല്ലെങ്കിൽ അൺബ്രാഞ്ച്ഡ് ഇൻഫ്ലോറസൻസ് ഉണ്ടാവും. ഇതില് അൺബ്രാഞ്ച്ഡ് ആയിട്ടുള്ള, അതായത് ബ്രാഞ്ചസ് ഇല്ലാത്ത ഇൻഫ്ലോറസൻസിന്റെ ഒരു ടൈപ്പാണ് സ്പൈക്ക്. ഇനി അവർക്ക് എന്ത് തരത്തിലുള്ള ഫ്ലവേഴ്സ് ആണ് ഉള്ളതെന്നാണ് ഒന്നാമത്തെ പോയിന്റ്. സെസൈൽ. സെസൈൽ എന്ന് പറഞ്ഞാൽ എന്താ? സ്റ്റോക്ക് ഇല്ലാത്ത, അതായത് നമുക്കറിയാം ഇതൊരു സ്റ്റെം ആണെന്ന് വിചാരിച്ചോ. ഈ സ്റ്റെമ്മില് ഒരു ഫ്ലവർ ഉണ്ടെന്ന് വിചാരിക്കും. അതായത് ഇതൊരു ഇൻഫ്ലോറസൻസ് ആണെന്ന് വിചാരിച്ചോ. ഈ ഇൻഫ്ലോറസൻസിന്റെ സിംഗിൾ ഫ്ലവറിന് നമ്മൾ സ്റ്റോക്ക് എന്താണ് വിളിക്കുന്നത്? പെഡിസെൽ. അപ്പോ ഫോർ എക്സാമ്പിൾ ഈ സ്റ്റോക്ക് ഇവിടെ ഇല്ല. അപ്പോ സ്റ്റോക്ക് ആബ്സെന്റ് ആവുകയാണെങ്കിൽ ഈ ഫ്ലവർ എവിടെ ഇരിക്കും? ഫ്ലവർ ഈ ഡിറക്റ്റ് സ്റ്റെമ്മിൽ തന്നെ ഒട്ടിപ്പിടിച്ചിരിക്കും. അപ്പൊ ഇങ്ങനെയുള്ള ഫ്ലവേഴ്സിന് നമ്മൾ എന്തെന്നാ വിളിക്കുന്നത്? സെസൈൽ ഫ്ലവേഴ്സ്. അപ്പൊ ഇങ്ങനെയുള്ള സെസൈൽ ഫ്ലവേഴ്സ് ബെയർ ചെയ്യുന്ന അൺബ്രാഞ്ച്ഡ് ടൈപ്പ് ഓഫ് ഇൻഫ്ലോറസൻസ് ഉള്ള ഒരു ടൈപ്പ് ഓഫ് സ്പെഷ്യൽ ഇൻഫ്ലോറസൻസ് ആണ് സ്പൈക്ക്. ഇനി സ്പാഡിക്സ് നോക്കുകയാണെങ്കിൽ ഇതും എന്തുതന്നെയാണ്? സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ഇൻഫ്ലോറസൻസ്. ഇനി ഈ സ്പാഡിക്സിന് പ്രത്യേകതയുണ്ട്. എങ്ങനെ? ഇൻഫ്ലോറസൻസ്. ഇനി ഇതിന്റെ പ്രത്യേകത എന്താണ്? ഇറ്റ് ബെയർസ് ഒരു ഫ്ലഷി സ്പൈക്ക്. ഈ സ്പാഡിക്സിനുള്ളിൽ തന്നെ ഒന്നാമത് ഒരു സ്പൈക്ക്, ഒരു ഫ്ലഷി സ്പൈക്ക് ഉണ്ടാവും. ആൻഡ് ഈ സ്പൈക്കിന് എന്ത് കാണാൻ പറ്റും? സ്പൈക്ക് ബെയറിംഗ് യൂഷ്വലി, ജനറലി യൂണിസെക്ഷൽ ആയിട്ടുള്ള പെറ്റാലിസ് എന്ന് പെറ്റല് ഇല്ലാത്ത ഫ്ലവേഴ്സ്. ആൻഡ് ഇതിന്റെ കൂടെ നമുക്ക് എന്ത് കാണാൻ പറ്റും? പെഡങ്കിളുണ്ട്. അതായത് ഇതൊരു ഹോൾ ടൈപ്പ് ഓഫ് ഇൻഫ്ലോറസൻസ് ആണ്. ഈ ഇൻഫ്ലോറസൻസിന്റെ പെഡങ്കിളുണ്ട്, അതായത് ഹോൾ ഇൻഫ്ലോറസൻസിന്റെ സ്റ്റോക്കിന്റെ അപ്പർ പാർട്ടിൽ നമുക്ക് എന്ത് കാണാൻ പറ്റില്ല? ഫ്ലവേഴ്സ് കാണാൻ പറ്റില്ല. ആൻഡ് അതിന് പകരം എന്താണ്? ഇറ്റ് ഇസ് സറൗണ്ടഡ് ബൈ കുറെ വലിയ വലിയ ബ്രാക്സ്. ബ്രാക്സ് നമ്മൾ വെച്ചിട്ടുമ്പോഴാണ് ഒരു ലീഫ് ലൈക്ക് സ്ട്രക്ചർ അറ്റ് ദി ബേസ് ഓഫ് പെഡിസൽ എന്നൊക്കെ പറഞ്ഞിരുന്നു. അതാണ് ബ്രാക്സ്. അപ്പോ പെറ്റാലിസ് യൂണിസെക്ഷൽ ഫ്ലവേഴ്സ് ഉണ്ട് വിത്ത് upper part of peduncle devoid of flowers and surrounded by large bracts. അല്ലെങ്കിൽ ഇതിന് നമുക്ക് എന്തെന്നും കൂടെ വിളിക്കാം? സ്പെയ്ത്ത് എന്നും കൂടെ വിളിക്കാം.
ഇനി ഫോർ എക്സാമ്പിൾ ഈ സ്പാഡിക്സിനെ വരക്കുകയാണെങ്കിൽ എന്താണ്, ഒരു വലിയ പെറ്റൽ ഉണ്ടെന്ന് വിചാരിക്കും, ഒരു കളർഫുൾ പെറ്റൽ. ഇത് ലീഫ് അല്ല, പെറ്റലാണെന്ന് ആലോചിക്കുക. ഇതെന്താണ്, ആ പെറ്റലിന് ചെറിയ മടക്കാണെന്ന് വിചാരിക്കും, ഇങ്ങനെ ഫോൾഡ് ആണെന്ന് വിചാരിക്കാം. ആൻഡ് ഇതിനുള്ളിൽ നമുക്ക് എന്ത് കാണാൻ പറ്റും, ഒരു ഹോൾ സ്പാഡിക്സ് കാണാൻ പറ്റും, സ്പൈക്ക് കാണാൻ പറ്റും. സ്പൈക്കിൽ എങ്ങനെയാണ് നമുക്കറിയാം, സ്പൈക്കില് സെസൈൽ ഫ്ലവേഴ്സ് വിത്തൗട്ട് പെഡിസിൽ കാണാൻ പറ്റും. അതായത് കുറെ ചെറിയ ചെറിയ ഫ്ലവേഴ്സ് പോലത്തെ സ്ട്രക്ചർ കാണാൻ പറ്റും. പക്ഷെ ഇവിടെ എങ്ങനെയാണ്, ഫ്ലഷി സ്പൈക്ക് ഉണ്ട് ആൻഡ് അതിവിടെ യൂണിസെക്ഷൽ എ പെറ്റാലിസ് ഫ്ലവേഴ്സ് ഉണ്ടാവും. അതായത് ഇവിടെയുള്ള ഫ്ലവേഴ്സിന്റെ കാര്യമാണ് പറയുന്നത്. യൂണിസെക്ഷൽ എ പെറ്റാലിസ് ഫ്ലവേഴ്സ് ഉണ്ടാവും. ആൻഡ് ഇതിന്റെ അപ്പർ പാർട്ടിലും എങ്ങനെയാണ്, ഫ്ലവേഴ്സ് ഇല്ല ആൻഡ് സറൗണ്ടഡ് ബൈ ലാർജ് ബ്രാക്ട്സ്. അപ്പൊ ഈ കാണുന്ന സ്ട്രക്ചർ എന്താണ്, ആക്ച്വലി ബ്രാക്ട് എന്നാണ് നമ്മൾ വിളിക്കുക. ഇനി സ്പൈക്ക് എന്ന് പറയുന്നത് വേറെ വേറെ രീതിയിൽ കാണുന്ന കുറെ ഇങ്ങനെ കാണാൻ പറ്റും. അതായത് ഇതിന്റെ മേലെ അൺബ്രാഞ്ച് ആയിട്ടുള്ള ചെറിയ 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 സെസൈൽ ഫ്ലവേഴ്സ് ഉണ്ടാവും വിത്തൗട്ട് പെഡിസൽ. ഇങ്ങനെയുള്ള ഇൻഫ്ലോറസൻസിന്, അതായത് ഈ സ്പൈക്ക് എന്ന് പറയുന്ന ഒരു ആരോ പോലെ ആലോചിക്കുക. ഈ ആരോ ആണ് ഇവിടെയും നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കുഞ്ഞു ആരോ. അപ്പൊ അതിന് ചുറ്റി ഒരു വലിയ ബ്രാക്റ്റ് ഒക്കെ വരുന്ന സ്ട്രക്ചറിനെയാണ് സ്പാഡിക്സ് എന്ന് വിളിക്കാം. ആൻഡ് അതൊന്നും ഇല്ലാത്തതിന് നമ്മൾ ജസ്റ്റ് നോർമലി സ്പൈക്ക് എന്ന് വിളിച്ചു. അപ്പൊ ഇതാണ് അതിന്റെ രണ്ടിനും തമ്മിലുള്ള ഡിഫറൻസസ്. ഇനി ഈ പറയുന്ന എന്താ, സ്റ്റേമൻ ആൻഡ് സ്റ്റേമിനോഡ്. സ്റ്റേമൻ വേഴ്സസ് സ്റ്റേമിനോഡ്. ഇതിന്റെ മേജർ ഡിഫറൻസ് എന്തിന്റെ കേസിലാണ്, ഫെർട്ടിലിറ്റിയുടെ കാര്യത്തിലാണ് ഇവര് ഡിഫർ ചെയ്യുന്നത്. ഇനി സ്റ്റേമൻ എന്താ നമുക്കറിയാം, ഫെർട്ടൈൽ ആയിട്ടുള്ള മെയിൽ സെക്സ് ഓർഗൻ. എവിടെ കാണുന്ന, ഇൻ ഫ്ലവേഴ്സ്. ഫ്ലവേഴ്സിന്റെ ഒരു പാർട്ടാണ്. ഫ്ലവേഴ്സിൽ കാണുന്ന ഫെർട്ടൈൽ ആയിട്ടുള്ള മെയിൽ സെക്സ് ഓർഗൻ ആണ്. ഇനി സ്റ്റേമിനോഡ് എന്താണ്, സ്റ്റെറൈൽ ആയിട്ടുള്ള മെയിൽ സെക്സ് ഓർഗൻ. ഇനി ഈ സ്റ്റെറൈൽ ആണെങ്കിൽ എങ്ങനെയായിരിക്കും, അത് ഇൻകേപ്പബിൾ ആയിരിക്കും ടു പ്രൊഡ്യൂസ് പോളൻ. അത് ഗാമേറ്റ്സ് ഒന്നും ഉണ്ടാക്കാൻ പറ്റില്ല. ഇൻകേപ്പബിൾ ഓഫ് പ്രൊഡ്യൂസിങ് പോളൻസ്. ഇത്രയാണ് എന്തിന്റെ ഡിഫറൻസ്, സ്റ്റേമൻ വേഴ്സസ് സ്റ്റേമിനോഡിന്റെ ഡിഫറൻസസ്. ഇനി എഫ്, അടുത്ത സബ് ഡിവിഷൻ ചോദിച്ചിരിക്കുന്നത് പോളൻ ആൻഡ് പൊളീനിയം. ഇതും എങ്ങനെയാണ്, നമ്മൾ നേരത്തെ കണ്ട പോലെ കോംപ്ലിക്കേഷൻസ് ഒന്നുമില്ല. എന്താണ്, പോളൻ എല്ലാവർക്കും എന്താണെന്നറിയാം, നമ്മുടെ മെയിൽ ഗാമിറ്റോഫൈറ്റ് ആണെന്ന് അറിയാം. ആൻഡ് അതിൻ്റെ ഉള്ളിൽ എന്തുണ്ടാവും, മെയിൽ ഗാമിറ്റ്സ് ഉണ്ടെന്ന് അറിയാം. അപ്പൊ മെയിൽ ഗാമിറ്റോഫൈറ്റ് ബെയറിംഗ് മെയിൽ ഗാമിറ്റ്സ് ആണ് എന്ത്, പോളൻ. പക്ഷെ പൊളീനിയം എന്ന് പറയുന്നത് ബാക്കിയൊക്കെ സെയിം ആണ്. പ്രത്യേകത എന്താന്ന് വെച്ചാൽ എന്താണ്, ഇറ്റ് ഇസ് എ ഗ്രൂപ്പ് ഓഫ് പോളൻ ഗ്രെയിൻസ്. ആൻഡ് ഈ ഗ്രൂപ്പ് ഓഫ് പോളൻ ഗ്രെയിൻസ് എവിടെ തന്നെയാണ് വരുന്നത്, യൂഷ്വലി ഒരു സിംഗിൾ ആന്തറിൽ തന്നെയാണ് വരുന്നത്. യൂഷ്വലി ഞാൻ അറിയാം, യൂഷ്വലി ദ പ്രോഡക്റ്റ് ഓഫ് ആന്തർ. ഇനി അത്രയും പോളൻസ് ഒരു ഗ്രൂപ്പ് ആവണമെങ്കിൽ അവർ ഒരുമോൾഡ് ചെയ്യാൻ വേണ്ടി എന്തെങ്കിലും ഒന്ന് വേണമല്ലോ. അപ്പൊ അതും മെൻഷൻ ചെയ്യുക, held together by some sticky substances, by sticky secretions. And അവര് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ടിലേക്ക് എങ്ങനെയായിരിക്കും, ഒരു ഗ്രൂപ്പ് ആയിട്ട് തന്നെയാണ് ട്രാൻസ്പോർട്ടഡ് ആവുക. അല്ലാണ്ട് പോളൻ പോലെ സിംഗിൾ ആയിട്ടുള്ള കുറെ ആൾക്കാർ വന്ന് വീഴുകയല്ല. ഇവിടെ എങ്ങനെയാണ്, ഒരു ഹോൾ ഗ്രൂപ്പ് ആയിട്ട് സ്റ്റിക്കി സെക്രീഷൻ കൊണ്ട് സ്റ്റിക്ക് ചെയ്തിരിക്കുകയാണ്. ഇനി ആ ഹോൾ ഗ്രൂപ്പ് പോയി ഏതിനെ മേലെ, അടുത്ത ഫ്ലവറിൽ പോയി നിന്ന് പോളിനേറ്റ് ചെയ്യും. ട്രാൻസ്പോർട്ടഡ് ആസ് എ യൂണിറ്റ് ഡ്യൂറിങ് പോളിനേഷൻ. അപ്പോ ഇത്രയും നമ്മൾ ഇതിനെ പറ്റിയാണ് ഇപ്പോൾ പറഞ്ഞത്. നമ്മുടെ പോളൻ ആൻഡ് പൊളീനിയം തമ്മിലുള്ള ഡിഫറൻസസിനെ പറ്റിയാണ് പറഞ്ഞത്. അപ്പോ നമുക്ക് ജസ്റ്റ് സമ്മറി നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് എന്താ, ബ്രാക്ടൻ ബ്രാക്ടിയോൾ ആണ് ചോദിച്ചിരിക്കുന്നത്. ബ്രാക്ട് എന്ന് പറഞ്ഞാൽ എന്താണ്, ഫൗണ്ട് അറ്റ് ദി ബേസ് ഓഫ് പെഡിസൽ. ആൻഡ് അതും ഒരു റെഡ്യൂസ്ഡ് ലീഫ് തന്നെയാണ്. ബ്രാക്ടിയോൾ എങ്ങനെയാണ്, ഇറ്റ്സ് എ ലീഫ് ലൈക്ക് സ്ട്രക്ചർ.
പ്രസന്റ് ബിറ്റ്വീൻ ബ്രാക്ട് ആൻഡ് ദി ഫ്ലവർ. ഇനി അടുത്ത ചോദിച്ചിരിക്കുന്ന പൾവൈനസും പീറ്റിയോളും തമ്മിലുള്ള പൾവൈനസ് ഈക്വൽസ് സ്വോളൻ ലീഫ് ബേസ്. ഏത് ഉറക്കത്തിനും പറയാൻ പറ്റണം. അപ്പോ ചില ഏത് തരം പ്ലാന്റ്സിലാണ് എക്സാമ്പിൾ പറഞ്ഞത്? ലെഗ്യുമിനസ് പ്ലാന്റ്സിൽ കാണാൻ പറ്റുന്ന ലീഫ് ബേസ് സ്വോളൻ ആയിട്ടുള്ള പാർട്ടിനെയാണ് പൾവൈനസ് എന്ന് വിളിക്കുന്നത്. ഇനി പീറ്റിയോൾ, പീറ്റിയോളിന്റെ വേറെ പേരാണ് മീസോപോഡിയം. അപ്പൊ ഓപ്ഷനിൽ മീസോപോഡിയം കണ്ടാൽ ആദ്യം എന്താ അറിയണം? പീറ്റിയോൾ ആണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ അറിയണം. ആൻഡ് ഇറ്റ് കണക്ട്സ് ലീഫ് ബേസ് വിത്ത് ദ ലാമിന. ആൻഡ് ആ ലീഫിനെ ഫ്ലട്ടർ ചെയ്യാനും മുണ്ടിന് ഫ്ലട്ടർ ചെയ്യാനും ലൈറ്റിലേക്ക് എക്സ്പോസ് ചെയ്യാനും എന്ത് ഹെൽപ്പ് ചെയ്തു? ഈ സാധനം ഹെൽപ്പ് ചെയ്തു. പീറ്റിയോൾ എന്ന് പറയുന്ന സ്ട്രക്ചർ ഹെൽപ്പ് ചെയ്തു. ഇനി പെഡിസൽ എന്താണ്? സ്റ്റോക്ക് ഓഫ് ഫ്ലവർ. പെഡങ്കിൾ സ്റ്റോക്ക് ഓഫ് ഇൻഫ്ലോറസൻസ്. ഇനി സ്പൈക്കിൽ എങ്ങനെയാണ്? ഒരു ഇലോങ്ങേറ്റഡ് പെഡങ്കിളില് സെസൈൽ ഫ്ലവേഴ്സ്. ഞാൻ നേരത്തെ വരച്ച സ്ട്രക്ചർ ഓർമ്മയുണ്ടല്ലോ എങ്ങനെ? ഇങ്ങനെ, അതായത് ഇലോങ്ങേറ്റഡ് ഒരു സ്റ്റോക്ക് ഉണ്ടാവും. അതായത് ഈ ഹോൾ ഇൻഫ്ലോറസൻസിന്റെ സ്റ്റോക്ക് അല്ലെങ്കിൽ പെഡങ്കിൾ, ഇതിൽ കുറെ സെസൈൽ ഫ്ലവേഴ്സ് വന്നിരിക്കുമ്പോൾ അതിനെ വിളിക്കുന്നതാണ് സ്പൈക്ക്. ഇനി സ്പാഡിക്സ് എന്താണ്? അതും സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ഇൻഫ്ലോറസൻസ് ആണ്. ഹാവിങ് ഒരു ഫ്ലഷി ആയിട്ടുള്ള പെഡങ്കിളിന്റെ മേലെ എന്ത് നമുക്ക് കാണാൻ പറ്റും? സ്പൈക്ക് അല്ലെങ്കിൽ ഫ്ലഷി സ്പൈക്ക് എന്ന് തന്നെ പറയാം. ആൻഡ് ലാർജ് ബ്രൈറ്റ് കളേർഡ് ആയിട്ടുള്ള ബ്രാക്ട് എന്ന് കാണാൻ പറ്റും. ഈ ബ്രാക്ടിനെയാണ് സ്പേത്ത് എന്ന് വിളിക്കുന്നത്. ഇനി എക്സാമ്പിൾ പാം, കൊളക്കേഷ്യ. ഇനി സ്റ്റേമൻ എന്താണ്? ആൻഡ്രീഷ്യം കമ്പോസ് ചെയ്യുന്ന സ്ട്രക്ചറിനെയാണ് സ്റ്റേമൻ എന്ന് വിളിക്കുന്നത്. ആൻഡ് ഈച്ച് സ്റ്റേമൻ നമുക്ക് മെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻ ആയിട്ട് പറയാൻ പറ്റും. ആൻഡ് സ്റ്റേമൻ ഇസ് ഫെർട്ടൈൽ മെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻ. ഇനി ഇതേ സ്റ്റേമൻ സ്റ്റെറൈൽ ആണെങ്കിൽ നമ്മൾ സ്റ്റേമിനോഡ് എന്ന് വിളിക്കും. പോളൻ എന്താണ്? മെയിൽ ഗാമറ്റോഫൈറ്റ് ആണ് ആൻജിയോസ്പെർമ്സിന്റെ. പോളന്റെ വേറെ പേരാണ് മൈക്രോസ്പോർ. ഇതെന്തായാലും ബേസിക്കലി അറിഞ്ഞിരിക്കലാണ്. ആൻഡ് ഇതൊരു ഗ്രൂപ്പ് ആയിട്ടാണ് കാണുന്നതെങ്കിൽ നമ്മൾ എന്തെന്ന് വിളിക്കും? പൊളീനിയം. ഇനി പൊളീനിയത്തിന്റെ എക്സാമ്പിൾ അറിഞ്ഞിരിക്കുക ഒരെണ്ണെങ്കിലും ബേസിക് ആയിട്ടുള്ള കലോട്രോപ്പിസ്. കലോട്രോപ്പിസിൽ നമുക്ക് എന്ത് കാണാൻ പറ്റും? പൊളീനിയം കാണാൻ പറ്റും. ഇനി ലോങ് ആൻസർ ടൈപ്പിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഡിസ്റ്റിംഗ്വിഷ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഫെബേസിയെ, സോളനേസിയെ, ലില്ലിയേസിയെ ഓൺ ദ ബേസിസ് ഓഫ് ഗൈനീഷ്യത്തിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആൻഡ് ഓൾസോ റൈറ്റ് ദി എക്കണോമിക് ഇമ്പോർട്ടൻസ് ഓഫ് എനി വൺ ഓഫ് ദി അബൌവ് ഫാമിലി. ഇനി ഫെബേസിയെ എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് എങ്ങനെ കാണാൻ പറ്റും? ഫെബേസിയെ സ്ട്രക്ചർ വരയ്ക്കുമ്പോൾ നമ്മൾ എങ്ങനെയാണ് വരയ്ക്കുന്നത്? ഇതാണ് അതിന്റെ ഓവറി, ഇത് പിസ്റ്റിൽ, ആൻഡ് ഇതാണ് അതിന്റെ സ്റ്റിഗ്മ. ഇനി നമ്മൾ മേലെന്ന് നോക്കുമ്പോൾ ഇതെങ്ങനെയാണ് കാണുന്നത്? ക്രോസ് സെക്ഷൻ അല്ലെങ്കിൽ ഫ്ലോറൽ ഡയഗ്രത്തിൽ വരക്കുന്നത് എങ്ങനെയാ? ഇങ്ങനെ ഒരു സ്ട്രക്ചർ, അതിൻ്റെ ഉള്ളിലൊരു ചെറിയൊരു സ്ട്രക്ചർ. അപ്പോ നമ്മൾ എന്തെന്ന് പറയാൻ പറ്റും? ഇവരുടെ ഓവറി എങ്ങനെയായിരിക്കും? യൂണി ലോക്യുലാർ ആയിരിക്കും. ആൻഡ് ഓവറി ടൈപ്പ് സുപ്പീരിയർ ആയിരിക്കും. ആൻഡ് കാർപ്പൽ നമ്പർ എത്രയായിരിക്കും? ഒരൊറ്റ കാർപ്പലെ കാണാൻ പറ്റും. അതായത് മോണോ കാർപ്പിലറി ഓവറി സുപ്പീരിയർ ആണ്. ആൻഡ് യൂണി ലോക്യുലർ. അതുകൊണ്ടാണ് നമ്മളിവിടെ ഒരൊറ്റ ലോക്യൂൾ മാത്രം കാണിച്ചത്, വിത്തൗട്ട് സെപ്റ്റം അല്ലെങ്കിൽ ഇങ്ങനെ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യാണ്ട്. യൂണി ലോക്യുലാർ ആണ്. ആൻഡ് ഈ യൂണി ലോക്യുലാറിന് നമുക്ക് ഒരു കാര്യം കൂടെ പറയാൻ പറ്റും, വിത്ത് മെനി ഒബ്യൂൾസ്. ഒബ്യൂൾസ് എത്ര എണ്ണം ഉണ്ടാവാം, പക്ഷെ ലോക്യൂൾ എത്രയേ ഉള്ളൂ? ഒരൊറ്റണ്ണേ ഉള്ളൂ. ആൻഡ് ഇവരുടെ സ്റ്റൈൽ എങ്ങനെയായിരിക്കും? അതും ഒരൊറ്റന്നായിരിക്കും, അതായത് സിംഗിൾ സ്റ്റൈൽ ആയിരിക്കും. ആൻഡ് അവരുടെ പ്ലാസന്റേഷൻ എങ്ങനെയാണ്? മാർജിനൽ പ്ലാസന്റേഷൻ. ഇത്രയും കാര്യം പറയുമ്പോൾ എന്തിനെ പറ്റിയുള്ള ഗൈനീഷ്യത്തിന്റെ ഇതായി? ഫെബേസിയെ ഫാമിലിയുടെ ഗൈനീഷ്യത്തിനെ പറ്റിയുള്ള എക്സ്പ്ലനേഷൻ ആയി. ഇനി സോളനേസിയ എടുത്ത് നോക്കുകയാണെങ്കിൽ നമ്മൾ ഫെബേസിയെ മോണോകാർപ്പിലറി എന്ന് വെച്ചു. ഇവിടെ എങ്ങനെയാണ്? ബൈ കാർപ്പിലറി. ആൻഡ് അവരുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണ്? ഒബ്ലീക്ലി പ്ലേസ്ഡ് ആയിട്ടുള്ള കാർപ്പിൽസ് ആണ് ഇവരുടേത്. ബൈ കാർപ്പിലറി ആണ്. അവരുടെ കാർപ്പിൽസ് ഒബ്ലീക്ലി ആണ് കാണാൻ പറ്റുക. ആൻഡ് അവരുടെ ഓവറി അഗെയിൻ എങ്ങനെയാണ്? സുപ്പീരിയർ തന്നെയാണ്. ഡിഫറൻസ് ആയിട്ട് പറയാൻ പറ്റില്ല, പക്ഷെ സുപ്പീരിയർ ഓവറി തന്നെയാണ് അവർക്കുള്ളത്. ആൻഡ് അവർക്ക് ലോക്യൂൾസ് എത്ര എണ്ണാണ്? മറ്റടുത്ത് യൂണി ലോക്യുലാർ കണ്ടു, ഇവിടെ ബൈ ലോക്യുലാർ ആണ് കാണാൻ പറ്റുക. ആൻഡ് പ്ലാസന്റ എങ്ങനെയായിരിക്കും? ആക്സൈൽ പ്ലാസന്റേഷൻ. ഇത്രയും കാര്യം പറയുമ്പോൾ എന്തായി? നമ്മുടെ സോളനേസിയയുടെ കാര്യം. ഇനി ക്രോസ് സെക്ഷൻ, അതായത് ഫ്ലോറൽ ഫോമിൽ നമ്മൾ മേലെന്ന് വരക്കുമ്പോൾ നമ്മൾ ഇത് എങ്ങനെ വരക്കും? ഒബ്ലീക്ലി പ്ലേസ്ഡ് ബൈ ലോക്യുലാർ.
ആ നേച്ചർ നമ്മൾ കാണിക്കണം. അപ്പോ ഡിവൈഡ് ബൈ 2 ചെയ്തു ബൈലോക്കുലർ കാണിക്കാൻ. ഇനി ഇങ്ങനെ ഒരു ഒബ്ലീക്ക് ആയിട്ട് വേണം ഡയഗ്രാം വരക്കാൻ. ഇനി മെനി ഒവ്യൂൾസ് ഉണ്ടാവാം. അപ്പൊ കുറെ ഒവ്യൂൾസ് നമ്മൾ കാണിച്ചു. ഇത്രയും കാണിക്കുമ്പോൾ എന്തായി? സോളനേസിയയില് ഗൈനീഷ്യം അതിന്റെ കാര്യങ്ങൾ ആയി. ഇനി ലില്ലിയേസിയയിലേക്ക് കടക്കുകയാണെങ്കിൽ ആദ്യം നമ്മൾ എത്ര കാർപ്പ് കണ്ടു? മോണോ കാർപ്പിലറി, ബൈ കാർപ്പിലറി. ഇപ്പൊ നമ്മൾ കാണുന്ന ട്രൈ കാർപ്പിലറി. അപ്പൊ 3 കാർപ്പിലുണ്ട്. സിൻ കാർപ്പസ്, അതായത് ഇവർ യുണൈറ്റഡ് അല്ലെങ്കിൽ ഫ്യൂസ് ടു ഈച്ച് അതർ ആണ്. ഓവറി സുപ്പീരിയർ ആണ്, സെയിം 3 സുപ്പീരിയർ ഓവറി ആണ് കണ്ടത്. ഇനി ഇവിടുത്തെ ലോക്യൂൾസ് എത്രയാണ്? ട്രൈ ലോക്യൂലർ. ലോക്യൂൾസും കാർപ്പൽസും എങ്ങനെയാണ്? മോണോ ആയിരുന്നു ആദ്യം, പിന്നെ ബൈ ആയി, ഇപ്പൊ എങ്ങനെയാ? ട്രൈ ആയി. കാർപ്പലും ലോക്യൂൾസും. ഇനി ട്രൈ ലോക്യുലർ ആണെങ്കിൽ വിത്ത് മെനി ഒബ്യൂൾസ് പറയാൻ പറ്റും. പ്ലാസന്റേഷൻ എഗൈൻ എങ്ങനെയാണ്? ആക്സൈൽ പ്ലാസന്റേഷൻ. അപ്പോ സോളനേസിയക്കും ലില്ലിയേസിയക്കും പ്ലാസന്റേഷൻ ആക്സൈൽ ആണ്. പക്ഷെ നമ്മുടെ ഫെബേസിയയില് പ്ലാസന്റേഷൻ എങ്ങനെയാണ്? മാർജിനൽ ആണ് നമ്മൾ കണ്ടു. അപ്പൊ അത് ഒരു ഓർഡർ ഇല്ലാത്ത ഡിഫറൻസ് ആയിട്ട് ഓർത്തു. അപ്പൊ ബാക്കി ലോക്യൂൾസും കാർപ്പൽസും നമുക്ക് ഇങ്ങനെ ഒന്ന് കൂട്ടി വന്നാൽ മതി. ഇൻ ദി ഓർഡർ ഫ്രം ഫെബേസിയെ ടു സോളനേസിയെ ടു ലില്ലിയേസിയെ. ഇനി ബാക്കിയുള്ള എന്താ? സുപ്പീരിയർ ആണ് ഓവറി 3 ആൾക്കാർക്കും. ഡയഗ്രാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. 1, 2, 3 3 ലോക്യൂൾസ് തന്നിട്ടുണ്ട്, കുറെ ഒബ്യൂൾസ് തന്നിട്ടുണ്ട്. ഇത്രയും കാര്യം നമുക്ക് ഇതിൽ കാണിക്കാൻ പറ്റും. ഇനി എക്കണോമിക് ഇമ്പോർട്ടൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഏതിനെങ്കിലും ഒന്നിന്റെ. അപ്പൊ ഫെബേസിയന്റെ എക്കണോമിക് ഇമ്പോർട്ടൻസ് എൻസിആർടി പറഞ്ഞിട്ടുണ്ട്. എന്താണ്? പൾസസിന്റെ ഗ്രാമും അർഹറും ഒക്കെ എന്താണ്? പൾസ് ആയിട്ട് നമ്മൾ കഴിക്കാൻ ഉപയോഗിക്കാം. അപ്പൊ സോഴ്സ് ഓഫ് പൾസസ് ഉണ്ട്. ആൻഡ് എഡിബിൾ ഓയിൽ നമുക്ക് ഈ ഫാമിലിയിൽ നിന്ന് ഉണ്ടാക്കാൻ പറ്റും, ലൈക്ക് സോയാബീൻ അല്ലെങ്കിൽ ഗ്രൗണ്ട് നട്ട്. ഇനി ഇൻഡിഗോ ഫെറ എന്ന് പറഞ്ഞാൽ ഇതിൽ നിന്ന് നമുക്ക് ഡൈ ഉണ്ടാക്കാൻ പറ്റും. ആൻഡ് സൺ ഹെമ്പ് എന്തൊരു ഫൈബേഴ്സ് ഈൽഡ് ചെയ്യും. സെസ്ബാനിയ ട്രൈഫോളിയം രണ്ടും ഫോഡർ ഈൽഡ് ചെയ്യും. ലുപ്പീൻ ഇസ് ആൻ ഓർണമെന്റൽ ആയിട്ടുള്ളൊരു ഫ്ലവർ ആണ്. ആൻഡ് മുളയത്തി മെഡിസിനലും ആണ്. അപ്പൊ ഇത് എങ്ങനെയൊക്കെ ചോദിക്കാം? MCQല് മാത്സ് ദി ഫോളോയിങ് ആയിട്ട് ചോദിക്കാം. ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ കാണാറുണ്ട് എങ്ങനെ. അത് ഒരു സൈഡില് ഫ്ലവർ അല്ലെങ്കിൽ പ്ലാന്റിന്റെ സോയാബീൻ അല്ലെങ്കിൽ ഇൻഡിഗോ ഫെറ എന്ന് പറഞ്ഞിട്ട് ഇപ്പുറത്തെ സൈഡിൽ അതിന്റെ എക്കണോമിക്കൽ ഇമ്പോർട്ടൻസ്. ഡൈ ആണോ? ഫൈബർ ഈൽഡ് ചെയ്യുന്ന ഏതിൽ നിന്നാണ്? ഫോഡർ ഈൽഡ് ചെയ്യുന്ന ഏതിൽ നിന്നാണ്? ഓർണമെന്റൽ ഏതാണെന്ന് വെച്ചാൽ നമുക്ക് പറയാൻ പറ്റണം. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഡിസ്ക്രൈബ് വേരിയസ് സ്റ്റെം മോഡിഫിക്കേഷൻസ് അസോസിയേറ്റഡ് വിത്ത് ഏത്? സ്റ്റോറേജ് ആയിട്ടും ക്ലൈംബിംഗ് ആയിട്ടും പ്രൊട്ടക്ഷൻ ആയിട്ടും തമ്മിലുള്ള വേരിയസ് ആയിട്ടുള്ള സ്റ്റെം മോഡിഫിക്കേഷൻ ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോ സ്റ്റെം എങ്ങനെയൊക്കെ മോഡിഫൈഡ് ആവാം? സ്റ്റെം കെൻ ബി മോഡിഫൈഡ് ടു പെർഫോം വേരിയസ് ഫങ്ഷൻസ്. അപ്പോ ഫസ്റ്റ് വന്നിരിക്കുന്നത് എന്താ? അണ്ടർഗ്രൗണ്ട് സ്റ്റെംസ് ഓഫ് പൊട്ടേറ്റോ. അണ്ടർഗ്രൗണ്ട് സ്റ്റെംസ് ഓഫ് പൊട്ടേറ്റോ, ജിഞ്ചർ, ടർമറിക്, സമീൻ ഖണ്ഡ്, കൊളോക്കേഷ്യ. ഇതൊക്കെ എങ്ങനെയാണ്? സ്റ്റെംസ് ആണ്. പക്ഷെ യൂഷ്വലി കാണുന്ന സ്റ്റെമ്മിന്റെ ഫംഗ്ഷൻ അല്ല കാണിക്കുന്നത്. എങ്ങനെയാണ്? അവർക്ക് ഫുഡ് സ്റ്റോറേജ് ആണ് കാണിക്കുന്നത്, ടു സ്റ്റോർ ഫുഡ്. അപ്പൊ ഫുഡ് സ്റ്റോറേജ് ആവാനുള്ള ഡെവലപ്പ് ആയിട്ടുള്ള അണ്ടർഗ്രൗണ്ട് സ്റ്റെംസ് ആർക്കൊക്കെ ഉണ്ട്? പൊട്ടേറ്റോ, ജിഞ്ചർ, ടർമറിക്, സമീൻ ഖണ്ഡ്, കൊളോക്കേഷ്യ. ഈ 5 ഡിഫറൻസ് എക്സാമ്പിൾസും എന്തായാലും അറിഞ്ഞിരിക്കുക. ഇനി അവരെങ്ങനെയാണ്? ദേ ഓൾസോ ആക്ട് ആസ് ഓർഗൻസ് ഓഫ് പെരിനേഷൻ. കാരണം എന്താ? അവർക്ക് അൺഫേവറബിൾ കണ്ടീഷൻസ് വന്നാല് അവര് എങ്ങനെ ഹെൽപ്പ് ചെയ്യാം? അവർക്ക് ഫുഡ് സ്റ്റോറേജ് ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് അവർക്ക് എങ്ങനെ ഫുഡ് സപ്ലൈ ഈസിയാണ്. അപ്പോൾ അൺഫേവറബിൾ കണ്ടീഷൻ ഫോർ ഗ്രോത്ത് വന്നാലും അവര് അത് ടൈഡ് ഓവർ ചെയ്യാനുള്ള സ്ട്രക്ചർ ആയിട്ട് ആക്ട് ചെയ്യും, അല്ലെങ്കിൽ ഓർഗൻസ് ആയിട്ട് ആക്ട് ചെയ്യും. അടുത്തത് നമ്മൾ കാണുന്നത് എന്താ? ഇപ്പൊ നമ്മൾ ഫുഡ് സ്റ്റോറേജിന് അണ്ടർഗ്രൗണ്ട് സ്റ്റെം കണ്ടു. ഇനി സ്റ്റെം ടെൻഡ്രിൽസ്. സ്റ്റെമ്മിൽ നിന്ന് കുറച്ച് ടെൻഡ്രിൽസ് കാണാൻ പറ്റും. ആൻഡ് അത് എവിടെ നിന്നാണ് ഡെവലപ്പ് ചെയ്യുന്നത്? ഫ്രം ദി ആക്സിലറി ബഡ്സ്. അപ്പൊ അവരെങ്ങനെയാണ്? സ്പൈറലി കോയിൽഡ് ആവാം അല്ലെങ്കിൽ സ്ലെൻഡർ ആവാം. നേരത്തെ സ്പൈറലി കോയിൽഡ് ആയിട്ടുള്ള സ്ട്രക്ചർ ആണ്. ആൻഡ് ഫംഗ്ഷൻ എന്താണ്? നേരത്തെ ഫുഡ് സ്റ്റോറേജ് കണ്ടതുപോലെ ഇപ്പോഴത്തെ ഫംഗ്ഷൻ ക്ലൈംബിംഗ് ആണ്. ആൻഡ് എക്സാമ്പിൾ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്: ഗേർഡ്, ക്യൂക്കംബർ, പംകിൻ, വാട്ടർമെലൺ, ഗ്രേപ്പ് വൈൻ. ഇതൊക്കെ എങ്ങനെയാണ്? സ്റ്റെം ടെൻഡ്രിൽസ് കാണുന്നതിന്റെ എക്സാമ്പിൾ ആണ്. ഇനി അടുത്തെന്താണ്? ആക്സിലറി ബഡ്സ് ഓഫ് സ്റ്റെം. ആക്സിലറി ബഡ്സ് ഓഫ് സ്റ്റെം
എന്തായിട്ട് ഇൻ എക്സാമ്പിൾസ് ലൈക്ക് സിട്രസ് ആൻഡ് ബോഗെയിൻവില്ല ആക്സിലറി ബഡ്സ് ഓഫ് സ്റ്റെം വുഡി സ്ട്രേറ്റ് പോയിന്റഡ് തോൺസ് ആയിട്ട് ഡെവലപ്പ് ആവും. ആൻഡ് ഈ തോൺസ് കാണുന്നതിന് എക്സാമ്പിൾ ആണ് സിട്രസ്, ബൊഗെയിൻവില്ല. ആൻഡ് അതിന്റെ മെയിൻ പ്രൊട്ടക്ഷൻ ഇതെന്തായിരിക്കും? പ്രൊട്ടക്ഷൻ. അതായത് തോൺ ആയിട്ട് ഡെവലപ്പ് ചെയ്താൽ ബാക്കി പ്രൊഡേറ്റേഴ്സിന് പ്രൊട്ടക്ഷൻ കിട്ടും ഫ്രം ബ്രൗസിങ് ആനിമൽസ്. ഇനി ചില പ്ലാന്റ്സിന് എങ്ങനെയാണ്? അവരുടെ ഡ്രൈ റീജിയൻസിൽ, എറിഡ് റീജിയൻസിലൊക്കെ കാണുന്ന പ്ലാന്റ്സിന് സ്റ്റെമ്മിന് ഡെവലപ്പ് ചെയ്ത് ഫ്ലാറ്റൻഡ് അല്ലെങ്കിൽ ഫ്ലഷി സിലിണ്ടറിക്കൽ സ്ട്രക്ചർ ആയിട്ട് ഡെവലപ്പ് ആവും. ഫ്ലാറ്റൻഡ് ആണെങ്കിൽ ഒപ്പൻഷിയ പറയാം, ഫ്ലഷി സിലിണ്ടറിക്കൽ ആണെങ്കിൽ യൂഫോർബിയ പറയാം. ആൻഡ് അവരുടെ ഫംഗ്ഷൻ എന്താണ്? ടു ക്യാരി ഔട്ട് ഫോട്ടോസിന്തസിസ്. ഇത്രയാണ് വേരിയസ് ടൈപ്സ് ഓഫ് അൺയൂഷ്വലി കാണുന്ന സ്റ്റെം മോഡിഫിക്കേഷൻ. അപ്പൊ അണ്ടർഗ്രൗണ്ട് സ്റ്റെം എന്താവാം? ഫുഡ് സ്റ്റോറേജിന് ഉപയോഗിക്കാം, ക്ലൈംബിങ്ങിന് സ്റ്റെം ടെൻഡറിൽസ് ആവാം, പ്രൊട്ടക്ഷന് ആക്സിലറി ബഡ്സ് ഓഫ് സ്റ്റെം എന്താവാം? അതായത് വുഡി സ്ട്രേറ്റ് ആയിട്ടുള്ള തോൺസ് ആയിട്ട് ഡെവലപ്പ് ആവാം. അപ്പൊ ഇത് എന്താണ്? സെക്കൻഡ് ക്വസ്റ്റ്യന്റെ ആൻസർ. ഇനി സ്റ്റോളൻ, ഓഫ്സെറ്റ് ആൻഡ് റൈസോം എങ്ങനെയാണ്? ഡിഫറെന്റ് ഫോംസ് ഓഫ് സ്റ്റെം മോഡിഫിക്കേഷൻ ആണ്. ആൻഡ് ഹൗ കെൻ ദീസ് മോഡിഫൈഡ് ഫോംസ് ഓഫ് സ്റ്റെം ബി ഡിസ്റ്റിംഗ്വിഷ്ഡ് ഫ്രം ഈച്ച് അതർ? ഇനി റൈസോം എന്താണ്? സ്റ്റെമ്മിന്റെ ഒരു അണ്ടർഗ്രൗണ്ട് മോഡിഫിക്കേഷൻ ആണ്. ഫോർ എന്താണ് അതിന്റെ ഫംഗ്ഷൻ? ഫുഡ് സ്റ്റോറേജ്. റൈസോം അണ്ടർഗ്രൗണ്ട് സ്റ്റെം മോഡിഫിക്കേഷൻ ആണ് ഫോർ ഫുഡ് സ്റ്റോറേജ്. ഇനി അടുത്ത എന്താ ചോദിച്ചിരിക്കുന്നത്? സ്റ്റോളൻ. സ്റ്റോളൻ അണ്ടർഗ്രൗണ്ട് അല്ല, സബ് ഏരിയൽ മോഡിഫിക്കേഷൻ ആണ്. ആരുടെ? സ്റ്റെമ്മിന്റെ സബ് ഏരിയൽ മോഡിഫിക്കേഷൻ. ആൻഡ് അവിടെ എന്താ? അതിന്റെ ലേറ്ററൽ ബ്രാഞ്ച് ആരായിട്ട് ഡെവലപ്പ് ആവും? ബേസ് ഓഫ് സ്റ്റെം ആയിട്ട് ഡെവലപ്പ് ആവും. ഡെവലപ്സ് ഫ്രം ബേസ് ഓഫ് സ്റ്റെം. ഇനി മൂന്നാമത് ചോദിച്ചിരിക്കുന്നത് എന്താണ്? അതും എങ്ങനെയാണ്? ഒരു സബ് ഏരിയൽ മോഡിഫിക്കേഷൻ ആണ്. വേർ ലേറ്ററൽ ബ്രാഞ്ച് ഡെവലപ്സ് ഫ്രം ദി സ്റ്റെം. അപ്പൊ ഒന്ന് അണ്ടർഗ്രൗണ്ട് ആയിരുന്നു, രണ്ടെണ്ണം എങ്ങനെയാണ്? സബ് ഏരിയൽ മോഡിഫിക്കേഷൻ ആയിരുന്നു. ഇനി ഡീറ്റെയിൽ ആയിട്ട് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് എക്സാമ്പിൾ വെച്ച് സ്റ്റാർട്ട് ചെയ്യാം. എക്സാമ്പിൾ റൈസോമിന് ജിഞ്ചർ പറയാം, ടെർമറിക് പറയാം, സ്റ്റോളൻ എന്തൊക്കെ പറയാം? ജാസ്മിൻ പറയാം, പെപ്പർ മിന്റ് പറയാം. ഓഫ്സെറ്റ് എന്തൊക്കെ പറയാം? പിസ്റ്റിയ ആൻഡ് ഐകോർണിയ. ഇത്രയും ബേസിക്കലി അറിഞ്ഞിരിക്കണം. എക്സാമ്പിൾസും അതിന്റെ ഡിസ്ക്രിപ്ഷനും എന്താന്ന് പറയുന്നത്. ഇനി റൈസോമിന്റെ കേസിൽ അണ്ടർഗ്രൗണ്ട് സ്റ്റെം എങ്ങനെയായിരിക്കും? കുറച്ച് ഫ്ലഷി ആയിട്ട് ഡെവലപ്പ് ആവും. അണ്ടർഗ്രൗണ്ട് സ്റ്റെം മോഡിഫൈഡ് ആയിട്ട് എങ്ങനെയാവും? ഫ്ലഷി സ്ട്രക്ചേഴ്സ് ആവും. ആൻഡ് അതിനെങ്ങനെയാണ്? നോഡും ഇന്റർ നോഡും ഉണ്ടാവും. ആൻഡ് ഇറ്റ് വുഡ് ബി കവേർഡ് വിത്ത് സ്കേലി ലീവ്സ് ആൻഡ് ഹാസ് ആക്സിലറി ബഡ്സ്. നമ്മൾ ജിഞ്ചറിന്റെ കാര്യം പറഞ്ഞപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. അവർക്ക് എന്താണ്? നോട്ട്സ് ഉണ്ട്, ഇന്റർ നോട്ട്സ് ഉണ്ട്. ആൻഡ് അവർക്ക് എന്തും കൂടി കാണാൻ പറ്റും? കവറിങ് കാണാൻ പറ്റും. എങ്ങനെ? കവറിങ് ഓഫ് സ്കേലി ലീവ്സ്. ആൻഡ് അവർക്ക് എന്തും കൂടി ഉണ്ട്? പ്ലസ് ആക്സിലറി ബഡ്സും കൂടി നമുക്ക് കാണാൻ പറ്റും. ഇതൊക്കെ ഏതിന്റെയാണ് പറയുന്നത്? റൈസോമിന്റെ കേസിലാണ് പറയുന്നത്. ഇനി സ്റ്റോളനില് എങ്ങനെയാന്ന് വെച്ചാൽ അവരുടെ ലേറ്ററൽ ബ്രാഞ്ച് ഡെവലപ്പ് ചെയ്യുന്നുണ്ടല്ലോ ഫ്രം ദി ബേസ് ഓഫ് സ്റ്റെം. അപ്പൊ ആ ലേറ്ററൽ ബ്രാഞ്ച് എലോങ്ങേറ്റഡ് ആവും. ലേറ്ററൽ ബ്രാഞ്ച് എലോങ്ങേറ്റഡ് ആവും. ആൻഡ് കുറച്ച് ഡിസ്റ്റൻസിലേക്ക് അവരൊരു ആർക്ക് പോലെ ഡെവലപ്പ് ചെയ്ത് ആൻഡ് അത് പിന്നെയും പോയി ഗ്രൗണ്ടിനെ ടച്ച് ചെയ്യും. ആൻഡ് ഈ ഗ്രൗണ്ട് ടച്ച് ചെയ്യുന്ന സ്ഥലത്ത് ഒരു ടെർമിനൽ ബഡ് ഉണ്ടാവും. ആൻഡ് ഈ ടെർമിനൽ ബഡ് എന്തായിട്ട് ഡെവലപ്പ് ആവും? അഗെയിൻ ഷൂട്ട് അല്ലെങ്കിൽ അഡ്വന്റീഷ്യസ് റൂട്ട് ആയിട്ട് ഡെവലപ്പ് ചെയ്യും. അതായത് സ്റ്റോൾ എന്ന് പറഞ്ഞാൽ ഒരു വലിയ സ്റ്റെം ഉണ്ട്. ആൻഡ് ഈ സ്റ്റെമ്മിൽ കുറെ ബ്രാഞ്ചസ് ഉണ്ടെന്ന് വിചാരിക്കുക. അതിൽ ഒരു ലേറ്ററൽ ബ്രാഞ്ച് എങ്ങനെയാ? നോർമലി അല്ലാത്ത പോലെ അബ്നോർമൽ രീതിയിൽ എലോങ്ങേറ്റ് ആയി ഒരു ആർച്ച് പോലെ ഡെവലപ്പ് ആയി. ഇതാണ് നമ്മുടെ ഗ്രൗണ്ട് അല്ലെങ്കിൽ സോയിലിന്റെ ലെവൽ. ഇത് പോയി എന്തിനെ ടച്ച് ചെയ്യും? ഗ്രൗണ്ടിനെ ടച്ച് ചെയ്യും. ഇവിടെ ഒരു ടെർമിനൽ ബഡ് നമുക്ക് കാണാൻ പറ്റും. ആൻഡ് ഈ ടെർമിനൽ ബഡ് പുതിയ
പ്ലാന്റിനെ തന്നെ ഉണ്ടാക്കും. ഇങ്ങനെ ഒരു സബ് ഏരിയൽ മോഡിഫിക്കേഷൻ ആണ് എന്ത് സ്റ്റോളൻ. ഇനി ഓഫ്സെറ്റിൽ എങ്ങനെയാന്ന് വെച്ചാല് ലേറ്ററൽ ബ്രാഞ്ച് ഉണ്ട് ആൻഡ് അവർക്ക് ചെറിയ ഇന്റർനോഡ് ഉണ്ട്. നമുക്കറിയാം ഇന്റർനോഡ് എന്താണ്, സ്റ്റെം ഉണ്ടാവും, കുറെ നോട്ട്സ് ഉണ്ടാവും. ഈ രണ്ട് നോഡിന്റെ തമ്മിലുള്ള ഡിഫറൻസിനെയാണ് നമ്മൾ ഇന്റർനോഡ് പറയാം. ആ ഇന്റർനോഡ് എങ്ങനെയാണ്, നോർമലി കാണുന്നതിനെക്കാട്ടി ഭയങ്കര ഷോർട്ട് ആയിരിക്കും. ആൻഡ് ഈ ഷോർട്ട് ഇന്റർനോഡ് ഉണ്ടാവും. ആൻഡ് ഈ ഓരോ നോഡിലും നമുക്ക് എന്ത് കാണാൻ പറ്റും, റോസെറ്റ് ഓഫ് ലീവ്സ്, റോസെറ്റ് ഓഫ് ലീവ്സ് ആൻഡ് അഡ്വന്റീഷ്യസ് റൂട്ട് കാണാൻ പറ്റും. അപ്പൊ എങ്ങനെയാണ്, ഇവിടെ തന്നെ ഓരോന്നിലും റൂട്ടും കുറെ ലീഫും എല്ലാം ഡെവലപ്പ് ആവുകയാണെങ്കിൽ എന്താണ്, നമ്മൾ യൂഷ്വലി അങ്ങനെയല്ലല്ലോ കാണുന്നത്. അപ്പൊ ഇതൊരു സബ് ഏരിയൽ മോഡിഫിക്കേഷൻ ആണെന്ന് പറയാൻ പറ്റും. അതായത് സ്റ്റെമ്മിൽ നിന്ന് ലാറ്ററൽ ബ്രാഞ്ച് ഉണ്ട്, ലാറ്ററൽ ബ്രാഞ്ചിൽ എങ്ങനെയായിരിക്കും, ചെറിയ ഇന്റർനോഡ് ആയിരിക്കും. ആൻഡ് ഓരോ നോഡിലും ചെറിയ ലീഫിന്റെ റോസറ്റോ അല്ലെങ്കിൽ അഡ്വന്റീഷ്യസ് റൂട്ട്സോ ഒക്കെ ഡെവലപ്പ് ആവും. ഇത്രയും കാര്യങ്ങളാണ് എന്തിന്റെ കാര്യത്തിൽ പറയേണ്ടത്, റൈസോം, സ്റ്റോളൻ ആൻഡ് ഓഫ്സെറ്റിന്റെ കാര്യത്തിൽ പറയാൻ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് വരാണെങ്കിൽ അതിന് സമ്മറി ജസ്റ്റ് ഒന്ന് ഇവിടെ ഒന്ന് നോട്ട് ചെയ്ത് നോക്കുക. എന്താണ്, സ്റ്റോളൻ പറഞ്ഞു ഓഫ്സെറ്റ്, ഓഫ്സെറ്റ് ലേറ്ററൽ ബ്രാഞ്ച് ഷോർട്ട് ഇന്റർനോഡ് ആയിരിക്കും. ഓരോ നോഡിലും റോസറ്റ് ഓഫ് ലീഫ് കാണാൻ പറ്റും. എക്സാമ്പിൾ പിസ്റ്റി ആൻഡ് ഐക്കോണിയ. റൈസോമിന് അണ്ടർഗ്രൗണ്ട് സ്റ്റെം എങ്ങനെയാണ്, ഗ്രോയിങ് പാരലൽ ടു സോയിൽ സർഫസ്. എന്നിട്ട് അണ്ടർഗ്രൗണ്ട് സ്റ്റെമ്മിൽ ഫുഡ് സ്റ്റോറേജിനായിട്ട് ഡെവലപ്പ് ആവും. അവർക്ക് സ്കെയിലി ലീവ്സും ആക്സിലറി ബഡ്സും ഉണ്ടാവും. അവരെ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷന് ഹെൽപ്പ് ചെയ്യും. പിന്നെ സ്റ്റോളൻ എങ്ങനെയാണ്, സബ് ഏരിയൽ മോഡിഫിക്കേഷൻ ആണ്. ലാറ്ററൽ ബ്രാഞ്ച് ഒരു ആർക്ക് ഫോം ചെയ്ത് താഴെ ഗ്രൗണ്ടിൽ വന്ന് ടച്ച് ചെയ്ത് ആ ഗ്രൗണ്ടിനെ ടച്ച് ചെയ്യുന്ന സ്ഥലത്ത് ഒരു ടെർമിനൽ ബഡ് ഡെവലപ്പ് ആവും. ആൻഡ് ആ ടെർമിനൽ ബഡ് അഗെയിൻ പുതിയ ന്യൂ ഷൂട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് ഉണ്ടാക്കും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ ദ മോഡ് ഓഫ് അറേഞ്ച്മെന്റ് ഓഫ് സെപ്പിൾസ് അല്ലെങ്കിൽ പെറ്റൽസ് ഇൻ ഫ്ലോറൽ ബഡിനെയാണ് നമ്മൾ ഈസ്റ്റിവേഷൻ എന്ന് പറയുന്നത്. ഡ്രോ ദ വേരിയസ് ടൈപ്സ് ഓഫ് ഈസ്റ്റിവേഷൻ പോസിബിൾ ഫോർ എ ടിപ്പിക്കൽ പെന്റാമീറസ് ഫ്ലവേഴ്സ്. ഒരു പെന്റാമീറസ് ഫ്ലവറിനെ കൺസിഡർ ചെയ്യുക ആൻഡ് അതിന്റെ വേരിയസ് ടൈപ്പ് ഓഫ് എന്ത് ഈസ്റ്റിവേഷൻ എന്തൊക്കെയാണെന്ന് പറയാൻ പറ്റും. ഇനി ഈസ്റ്റിവേഷന്റെ മെയിൻ ടൈപ്സ് എന്താണ്, വാൽവേറ്റ്, ട്വിസ്റ്റഡ്, ഇംബ്രിക്കേറ്റ്, ഫ്ലെക്സിലറി. ഇതാണ് ഇതിന്റെ മെയിൻ ടൈപ്പ്. ഇനി ജസ്റ്റ് സെപ്പൽസ് അല്ലെങ്കിൽ പെറ്റൽസ് ഒരു വേൾഡില് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ജസ്റ്റ് ദേ ടച്ച് ഈച്ച് അതർ അറ്റ് ദി മാർജിൻ. അപ്പൊ ഓവർലാപ്പ് ഒന്നും ഇല്ലാണ്ട് ജസ്റ്റ് അവർ മുട്ടി നിൽക്കുകയാണെങ്കിൽ അതിനെന്ത് വിളിക്കും, വാൽവേറ്റ് ഈസ്റ്റിവേഷൻ എന്ന് വിളിക്കും. വാൽവേറ്റ് ഈസ്റ്റിവേഷൻ എന്ന് വിളിക്കും. ആൻഡ് അതിന്റെ എക്സാമ്പിൾ എന്താണ്, കാലോട്രോപ്പസ്. അതിന്റെ ഡയഗ്രാം എന്താണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്, വാൽവേറ്റ് ഈസ്റ്റിവേഷൻ. അതിന്റെ പെറ്റൽസ് അല്ലെങ്കിൽ സെപ്പൽസ് ജസ്റ്റ് ടച്ച് ചെയ്യുന്നില്ല, ഓവർലാപ്പ് ചെയ്യുന്നില്ല, ജസ്റ്റ് അറ്റത്തായിട്ട് ഡെവലപ്പ് ചെയ്തു വരാണ്. അറ്റത്തായിട്ട് ഡെവലപ്പ് ചെയ്തു വരാണ്. അതിന് നമ്മൾ വാൽവേറ്റ് ഈസ്റ്റിവേഷൻ എന്ന് വിളിച്ചു. ഇനി ഈ മാർജിനിൽ ഓവർലാപ്പ് സംഭവിക്കുന്നുണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ ചൈന റോസ്, ലേഡീസ് ഫിംഗർ, കോട്ടൺ, ഇത് നമ്മൾ എന്ത് വിളിച്ചു, ട്വിസ്റ്റഡ് ഈസ്റ്റിവേഷൻ എന്ന് വിളിച്ചു. അപ്പോ അവിടെ ഈ ഡയഗ്രാം നോക്കിയാൽ നമുക്ക് മനസ്സിലാവും എന്ത്, ട്വിസ്റ്റഡ് ഈസ്റ്റിവേഷൻ ഇവിടെ കാണാൻ പറ്റും. ഇവിടെ എന്താ, ഓവർലാപ്പ് സംഭവിക്കുന്നുണ്ട് ബിറ്റ്വീൻ ദി പെറ്റൽസ് അല്ലെങ്കിൽ സെപ്പൽസ്. ഇനി എക്സാമ്പിൾ ചൈന റോസ്, ലേഡീസ് ഫിംഗർ, കോട്ടൺ. ഇനി ട്വിസ്റ്റഡ് നമ്മൾ ഓൾറെഡി പഠിച്ചു, വാൽവേറ്റ് നമ്മൾ പഠിച്ചു. ഇനി അവര് ഓവർലാപ്പ് ചെയ്യുന്നുണ്ട്, പക്ഷെ ട്വിസ്റ്റഡിൽ കണ്ടതുപോലെ ഓൺ ടു ദി നെക്സ്റ്റ് എന്നുള്ള ഓർഡറിലല്ല, അതായത് ഒരു പെർട്ടിക്കുലർ ഡിറക്ഷൻ ഇല്ല. ആസ് ഇൻ കേഷ്യ ആൻഡ് ഗുൽമോഹർ. കേഷ്യ ആൻഡ് ഗുൽമോഹറിൽ കാണുന്ന പോലത്തെ ഈസ്റ്റിവേഷൻ നമ്മൾ എന്ത് വിളിച്ചു, വിത്തൗട്ട് സ്പെസിഫിക് ഡിറക്ഷൻ, ഇംബ്രിക്കേറ്റ്. ഇവിടെ കാണാലോ, ഇവിടെ എങ്ങനെയാണ്, ഒന്നും ഉള്ളിലാണ് ഒന്ന് പുറത്ത് വെച്ച്, ഇത് കംപ്ലീറ്റ്ലി അകത്താണ്. ഇനി അടുത്തെടുത്താൽ ഒന്ന് പുറത്തും ഒന്ന് ഉള്ളിലുമാണ് പെറ്റൽ അല്ലെങ്കിൽ സെപ്പൽ. അടുത്തെന്താ, അഗെയിൻ ഒന്ന് പുറത്ത് ഒന്ന് ഉള്ളില്. ഇതെങ്ങനെയാ, കംപ്ലീറ്റ്ലി പുറത്ത്, ഇത് ഒന്ന് പുറത്ത് ഒന്ന് ഉള്ളില്. അപ്പൊ ഒരു പാറ്റേൺ കാണാത്തപ്പോ നമ്മൾ അതിനെ എന്ത് വിളിച്ചു, ഇംബ്രിക്കേറ്റ് ഈസ്റ്റിവേഷൻ, ആസ് ഇൻ കേഷ്യ ആൻഡ് ഗുൽമോഹർ. ഇനി ഫൈനലി കാണുന്നത് എങ്ങനെയാണ്, വെക്സിലറി അല്ലെങ്കിൽ പാപ്പില്യോണേഷ്യസ് ഈസ്റ്റിവേഷൻ അല്ലെങ്കിൽ ഡിസെൻഡിങ് ഇംബ്രിക്കേറ്റ് എന്ന് കൂടി ഇതിനെ പറയും. ഇവിടെ കാണുന്ന എക്സാമ്പിൾ പി, ബീൻ, ക്രോട്ടലേറിയ, ഈ മൂന്നെണ്ണത്തിലും എങ്ങനെയാണ്, ലാർജസ്റ്റ് പെറ്റൽ ഉണ്ടാവും, ഒരു ലാർജസ്റ്റ് പെറ്റൽ. ഇനി ഇത് രണ്ട് സൈഡ് പെറ്റലിനെ എൻക്ലോസ് അല്ലെങ്കിൽ ഓവർലാപ്പ് ചെയ്യും. ആൻഡ് ഈ രണ്ട് സൈഡ് പെറ്റൽ അല്ലെങ്കിൽ ലേറ്ററൽ പെറ്റലിനെ നമ്മൾ വിങ് എന്ന് വിളിച്ചു. വിച്ച് ആ വിങ് പെറ്റൽ എങ്ങനെയായിരിക്കും, അത് അഗെയിൻ ഓവർലാപ്പ് ചെയ്യും.
ദ ടു സ്മോളസ്റ്റ് ആന്റീരിയർ പെറ്റൽ അല്ലെങ്കിൽ കീൽ. അപ്പൊ ഒരു സ്റ്റാൻഡേർഡ് പെറ്റലുണ്ട്, രണ്ട് വിങ് ഉണ്ട്, അതായത് ലേറ്ററൽ പെറ്റൽ ഉണ്ട്, ആൻഡ് രണ്ട് സ്മോൾ ആന്റീരിയർ പെറ്റൽ ഉണ്ട് വിച്ച് ഇസ് കീൽ. അപ്പൊ കീൽ കണ്ടു, വിങ് കണ്ടു, സ്റ്റാൻഡേർഡ് പെറ്റൽ കണ്ടു. ഇങ്ങനത്തെ ഡിഫറൻസിയേഷൻ. ഏറ്റവും വലുത് ബാക്കി രണ്ടിനെ എൻക്ലോസ് ചെയ്തിരുന്നു. ആ വലുത് ഏറ്റവും ചെറുതായ നമ്മളെ രണ്ട് ചെറിയ ആന്റീരിയർ പെറ്റലിനെ, അതായത് കീലിനെ എൻക്ലോസ് ചെയ്തു. ആൻഡ് ഇവിടെ നമുക്കൊരു ചെറിയൊരു ഫ്യൂഷനും കാണാൻ പറ്റും. ഇത് നമ്മൾ എന്ത് വിളിക്കാണ്? ഈ അറേഞ്ച്മെന്റ് നമ്മൾ വെക്സിലറി എന്ന് വിളിക്കും. അതിന്റെ എക്സാമ്പിൾ പി ബീൻ ക്രോട്ടൽ ഏരിയ അറിഞ്ഞിരിക്കുക. ഇത്രയും പറയുമ്പോൾ എന്ത് കഴിഞ്ഞു? മോഡ് ഓഫ് അറേഞ്ച്മെന്റ്, അതായത് ഈസ്റ്റിവേഷന്റെ ടൈപ്സ് പറഞ്ഞു. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് എന്താ? അറേഞ്ച്മെന്റ് ഓഫ് ഒബ്യൂൾസ് വിത്തിൻ ഓവറി, അതായത് പ്ലാസന്റേഷൻ. ഇനി വാട്ട് ഡസ് ദ ടേം പ്ലാസന്റ റെഫർ ടു ആൻഡ് അതിന്റെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പ്ലാസന്റേഷൻ ഡ്രോ ചെയ്യാനാണ് ചോദിച്ചിരിക്കുന്നത്. ഇനി നമുക്കറിയാം പ്ലാസന്റേഷൻ എന്താണ്? പ്ലാസന്റേഷൻ അതായത് അറേഞ്ച്മെന്റ് ഓഫ് ഒബ്യൂൾസ്, അതായത് ഓവറിക്കുള്ളിൽ ഒബ്യൂൾസ് എങ്ങനെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതിന് നമ്മൾ പഠിച്ചത് ആക്സൈല് പഠിച്ചിട്ടുണ്ട്. ഏതൊക്കെ? ലെമൺ, ടൊമാറ്റോ, ചൈന റോസ്, ഇതിനൊക്കെ ആക്സൈലാന്ന് പഠിച്ചു. പെറൈറ്റൽ പഠിച്ചിട്ടുണ്ട്. പിന്നെ ഫ്രീ സെൻട്രൽ പഠിച്ചിട്ടുണ്ട്, ഡയാന്തസ് ആൻഡ് പ്രിംറോസിലൊക്കെ. ഇതാണ് വേരിയസ് ടൈപ്സ് ഓഫ് പ്ലാസന്റേഷൻ. ഇനി അതിന്റെ ഡയഗ്രാം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ആക്സൈൽ പ്ലാസന്റേഷൻ പറഞ്ഞിരുന്നു. ഇവിടെ എന്താ? സെപ്റ്റം കാണാൻ പറ്റും. ആൻഡ് ഇറ്റ് ഡിവൈഡഡ് ഇൻടു, അതായത് ഉള്ളിൽ തന്നെ വേറെ വേറെ റൂംസ് ആയിട്ട് ഡിവൈഡഡ് ആയിട്ട് കാണാൻ പറ്റും. ആൻഡ് എങ്ങനെ? സെപ്റ്റം ഉണ്ട്, പക്ഷെ ഫ്രീ സെൻട്രൽ എങ്ങനെയാണ്? എല്ലാം നടുക്ക് ഫ്രീ ആയിട്ടുള്ളൊരു രീതിയിലാണ് കാണാൻ പറ്റുക. ആൻഡ് അവർക്ക് സെപ്റ്റമോ ഡിവിഷനോ ഒന്നുമില്ല. ഇനി പെറൈറ്റൽ എന്ന് പറഞ്ഞാൽ ഏറ്റവും പുറത്ത്, അതായത് ഏറ്റവും പെരിഫറിയിൽ ഒബ്യൂൾസ് ജസ്റ്റ് കാണുമ്പോൾ നമ്മൾ അതിനെ പെറൈറ്റൽ എന്ന് വിളിക്കും. അപ്പൊ ഇത്രയാണ് ഫിഫ്ത്ത് ക്വസ്റ്റ്യന്റെ ആൻസർ. അതായത് പ്ലാസന്റേഷനിൽ എന്തൊക്കെ വരും, എന്തൊക്കെ ഡിഫറെന്റ് ടൈപ്സ് ആണ്. ഇനി ഒരു കാര്യം കൂടെ ചോദിച്ചിരുന്നു, വാട്ട് ഇസ് പ്ലാസന്റ? നമുക്കറിയാം ഒബ്യൂൾസ് ഉണ്ട്. ഒബ്യൂൾസ് എവിടെയാണ്? ഓവറിന്റെ ഉള്ളിലാണ് കാണാൻ പറ്റുക. ആൻഡ് ഓവറിന്റെ ഉള്ളിലെ ഒബ്യൂൾസിന് ഡിഫറെന്റ് പൊസിഷനും സ്ട്രക്ചറും അറേഞ്ച്മെന്റ് ഒക്കെ ആണ്. അതിനെയാണ് നമ്മൾ പ്ലാസന്റേഷൻ എന്ന് പറഞ്ഞ ടൈപ്സ് ആയിട്ട് പഠിക്കുക. ഇനി ഈ ഒബ്യൂൾസ് attached to the ovary wall in various types. And ഈ point of attachment ovule ovary attach ചെയ്യുന്നു. ആൻഡ് point of attachment ഒരു സെല്ലുലാർ റിഡ്ജ് അല്ലെങ്കിൽ കുഷ്യൻ ഓഫ് സെൽസ് ഉണ്ടാവും. ഈ സെൽസിനെയാണ് നമ്മൾ പ്ലാസെന്റ എന്ന് വിളിക്കുന്നത്. അതായത് ഈ ഫ്രീ സെന്ററിൽ നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നില്ലേ ഒരു കുഷ്യൻ ഓഫ് സെൽസ്. ഈ അറേഞ്ച്മെന്റ് അല്ലെങ്കിൽ അറ്റാച്ച്മെന്റിന് അടുത്ത് കാണുന്ന കുഷ്യൻ ഓഫ് സെൽസിനെ നമ്മൾ പ്ലാസെന്റ എന്ന് വിളിക്കുന്നത്. അതുകൊണ്ടാണ് ഈ മോഡ് ഓഫ് അറ്റാച്ച്മെന്റ് വേരിയസ് ടൈപ്സ് ആണ്. ആൻഡ് അതിന് പ്ലാസന്റേഷൻ നമ്മൾ ടേം കൊടുത്തിരിക്കുന്നത്. വേരിയസ് ടൈപ്സ് എന്താ? പെറൈറ്റൽ, മാർജിനൽ, ആക്സൈൽ, ഫ്രീ സെൻട്രൽ, ബേസൽ. അതും അറിഞ്ഞിരിക്കുക. അതിന്റെ ഡിഫറെന്റ് എക്സാമ്പിൾസും അറിഞ്ഞിരിക്കുക. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് സൺഫ്ലവർ ഇസ് നോട്ട് എ ഫ്ലവർ, എക്സ്പ്ലെയിൻ ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോ എന്താണ് എക്സ്ക്യൂസ് മീ, ഫ്ലവർ എങ്ങനെയാണ്? ഒരു സിംഗിൾ ആയിട്ട് കാണുന്ന ഒരു എൻറ്റിറ്റിയാണ് ഫ്ലവർ. ഇനി ഫ്ലവർ കുറെ എണ്ണം കാണാൻ വേരിയസ് അറേഞ്ച്മെന്റ് നമ്മൾ അതിനെ എന്ത് വിളിച്ചു? ഇൻഫ്ലോറസൻസ് എന്നാണ് വിളിക്കുക. അപ്പൊ സൺഫ്ലവർ ആക്ച്വലി എന്താണ്? ഇറ്റ് ഇസ് ആക്ച്വലി ആൻ ഇൻഫ്ലോറസൻസ്. അതിനെ തന്നെ നമ്മൾ എങ്ങനെയാണ് പെർട്ടിക്കുലർ വിളിക്കുക? ക്യാപിറ്റുലം. അപ്പൊ ക്യാപിറ്റുലം പറഞ്ഞാൽ എന്താ? അവരുടെ പെഡങ്കിൾ, അതായത് ഇൻഫ്ലോറസന്റെ സ്റ്റോക്ക് ഫ്ലാറ്റൻഡ് ആയിരിക്കും. ആൻഡ് ഈ സ്റ്റോക്കിനെ നമ്മൾ റിസെപ്റ്റാക്കിൾ എന്ന് വിളിച്ചു. ആൻഡ് ഈ ഇൻഫ്ലോറസൻസിനെ ചുറ്റി കുറെ വേൾഡ്സ് ഓഫ് ബ്രാക്സിൽ, അതായത് കുറെ ലെവലിൽ അറേഞ്ച്മെന്റ് ചെയ്ത് റൗണ്ട് ആയിട്ട് വേൾഡ്സ് കാണാൻ പറ്റും. എന്തുകൊണ്ട് ഉണ്ടാക്കിയ? ബ്രാക്സ് കൊണ്ട് ഉണ്ടാക്കിയ. അതിന് നമ്മൾ ഇൻവല്യൂക്കർ എന്ന് വിളിച്ചു. ആൻഡ് നമ്മൾ പറഞ്ഞു റിസെപ്റ്റക്കിൾ ഓൾറെഡി ഉണ്ട്, പെഡങ്കിള് ഫ്ലാറ്റൻഡ് ആയിട്ട് ഉണ്ടായി വന്ന റിസെപ്റ്റക്കിൾ. നോർമലി ഇങ്ങനെയാണ് ഇൻഫ്ലോറസൻസിന്റെ അറേഞ്ച്മെന്റ്. ഇതാണ് പെഡങ്കിൾ. ഇവിടെ പെഡങ്കിൾ എങ്ങനെയായി? ഫ്ലാറ്റൻഡ് ആയിട്ടുള്ള ഒരു ഫോമായി. ആൻഡ് ഇവിടെ റിസെപ്റ്റക്കിൾസിൽ രണ്ട് കൈൻഡ്സ് ഓഫ് ഫ്ലോറൽസ് നമുക്ക് കാണാൻ പറ്റും, റേ ആൻഡ് ഡിസ്ക്. അതായത് സൺഫ്ലവർ നമ്മൾ മേലെ നോക്കുകയാണെങ്കിൽ ഇങ്ങനെ ഒരു അറേഞ്ച്മെന്റ് ആണ് കാണുക. അപ്പൊ ഇതെന്താണ്? ആ ഇൻഫ്ലോറസൻസിന്റെ ഫ്ലാറ്റൻഡ് ആയിട്ടുള്ള പെഡങ്കിൾ ആണ്. ആൻഡ് അതിന് നമ്മൾ റിസെപ്റ്റക്കിൾ എന്ന് വിളിച്ചു. ഈ റിസെപ്റ്റക്കിള് നമ്മൾ ഇവിടെ കുഞ്ഞായിട്ട് കാണുന്ന ഫ്ലോററ്റ്സ് ആണ്. അപ്പോൾ ഇത് മേലെ നോക്കി നമുക്ക് ആക്ച്വലി ഒരു ഫ്ലവർ പോലെയാണ് കാണുക. പക്ഷെ ഇതൊരു ഫ്ലവർ അല്ല. ഇതില് ഈ ഓരോന്നും എന്താണ്? ഒരു ഫ്ലവർ ആണ്. അതായത് ഇത് ടോട്ടലി ഒരു ഇൻഫ്ലോറസൻസ് ആണ്.
അപ്പൊ റേ ഫ്ലോററ്റിന്റെ പ്രത്യേകത, 2 ടൈപ്പ് ഓഫ് ഫ്ലോററ്റ് ഉണ്ട് ഇതിന്റെ മേലെ, റേയും ഡിസ്കും. റേയിലെ പ്രത്യേകതകൾ അറിഞ്ഞിരിക്കുക, യൂണിസെക്ഷൽ ആണ്, ഫീമെയിൽ ആണ്, സൈഗോമോർഫിക് അതായത് ബൈലേറ്ററൽ പോലുള്ള സിമെട്രി ആണ്, ആൻഡ് സ്ട്രാപ്പ് ഷേപ്ഡ് കൊറോള അല്ലെങ്കിൽ പെറ്റൽസിനെയാണ് നമുക്ക് കാണാൻ പറ്റുക. ഇനി ഡിസ്ക് ഫ്ലോററ്റ് അതേസമയം ആക്ടിനോമോർഫിക് ആണ്, ബൈസെക്ഷൽ ആണ്, ട്യൂബുലാർ പോലെയുള്ള കൊറോളയാണ് കാണാൻ പറ്റുക, ആൻഡ് സെന്ററിൽ നമുക്ക് ഡിസ്ക്, ഈ ഭാഗത്ത് ഡിസ്കും ഇതിന് അറൌണ്ട് റേ ഫ്ലോററ്റും ആണ് നമുക്ക് കാണാൻ പറ്റുക. റേ ഫ്ലോററ്റ്സ് ടുവേർഡ്സ് പെരിഫറി, ഡിസ്ക് ഫ്ലോററ്റ് സെന്ററിൽ, അതായത് ഡിസ്കിൽ സി ഉണ്ട്, അപ്പൊ സെന്ററിലാണെന്ന് ആലോചിച്ച് വെക്കുക. ഇനി റേയിൽ എന്തുണ്ട്, പെരിഫറിയിലും ആർ ഉണ്ട്, അപ്പൊ അങ്ങനെ ആലോചിച്ച് വെക്കുക. റേ ഫ്ലോററ്റ് പെരിഫറിയിൽ, ഡിസ്ക് ഫ്ലോററ്റ് സെന്ററിൽ. ഇനി അത് കാണുന്നത് സൺഫ്ലവർ ഫാമിലിയാണ്. ഇതിനാണ് നമ്മൾ എന്ത് ആസ്റ്ററേസിയ അല്ലെങ്കിൽ കോമ്പോസിറ്റ് ഫാമിലി എന്ന് വിളിക്കുന്നത്. ഹീലിയാന്തസ് ഒക്കെ അതിൽ വരുന്നതാണ്, ഹീലിയാന്തസ്, മെരിഗോൾഡ്, ഡാലിയ ഒക്കെ ഇതിൽ വരുന്നതാണ്. ഇനി സെവൻത് ക്വസ്റ്റ്യൻ, ഹൗ ഡു യു ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ ഹൈപ്പോജിയൽ ജെർമിനേഷൻ ആൻഡ് എപ്പിജിയൽ ജെർമിനേഷൻ ആൻഡ് ദ റോൾ ഓഫ് കോട്ടിലിഡൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്, ആൻഡ് എൻഡോസ്പെർം ഇൻ ദ ജെർമിനേഷൻ ഓഫ് സീഡ്സ്. ഇനി ഹൈപ്പോജിയൽ ജെർമിനേഷൻ എന്ന് പറഞ്ഞാല് എപ്പികോട്ടൈൽ എങ്ങനെയാണ് ആദ്യം ഉണ്ടാവും, അതായത് പ്ലുമ്യൂളസ് പുഷ്ഡ് ഔട്ട് ഓഫ് ദി സോയിൽ. നമുക്കറിയാം പ്ലുമ്യൂൾ എന്താണ്, ഫ്യൂച്ചർ ആയിട്ടുള്ള ഷൂട്ടാണ്, അതിനെ പുഷ് ഔട്ട് ചെയ്തു, ആൻഡ് ബാക്കിയുള്ള കോട്ടിലിഡൻസും ബാക്കിയുള്ള പാർട്ടും ഒക്കെ എവിടെ തന്നെയാണ്, അണ്ടർ ദി സോയിൽ തന്നെയാണ് ഡെവലപ്പ് ചെയ്യുക. അപ്പോ അണ്ടർ ദി സോയിൽ, ഹൈപ്പോ എന്ന് പറഞ്ഞാൽ എന്താ, ജനറലി അണ്ടർ അല്ലെങ്കിൽ ബിലോ എന്നാണ് അർത്ഥം. അപ്പൊ ബാക്കിയുള്ള സാധനങ്ങൾ ബിലോ കിടക്കുന്നതുകൊണ്ട് ജെർമിനേഷൻ നമ്മൾ എന്ത് വിളിച്ചു, ഹൈപ്പോജിയൽ. ഇനി എക്സാമ്പിൾ, മോസ്റ്റ്ലി മോണോകോട്ടിൽ മെയ്സ്, റൈസ്, കോക്കനട്ട്, ആൻഡ് ഡൈകോട്ടിൽ പീ, ഗ്രാം, ബ്രോഡ് ബീൻ, മാംഗോ, ഇവരൊക്കെ എങ്ങനെയാണ് ഹൈപ്പോജിയൽ ജെർമിനേഷൻ ആണ് കാണിക്കുക. ഇനി എപ്പിജിയൽ ജെർമിനേഷൻ, എപ്പി എന്ന് പറഞ്ഞാൽ അപ്പോൺ, അപ്പോ ഹൈപ്പോകോട്ടൈൽ ആദ്യം ഗ്രോ ചെയ്യും, ആൻഡ് ഈ ഗ്രോ ചെയ്ത സാധനം ബാക്കിയുള്ള സാധനത്തിന് എങ്ങനെയാണ് ഔട്ട് ഓഫ് ദി സോയിൽ, അതായത് മേലോട്ടേക്ക് പുഷ് ചെയ്യും, ആൻഡ് ഇങ്ങനെയുള്ള ജെർമിനേഷൻ എപ്പിജിയൽ, അതായത് അപ്പോൺ, അതായത് പുറത്തേക്ക്. അപ്പൊ ഹൈപ്പോകോട്ടൈൽ ആദ്യം ഗ്രോ ചെയ്താൽ അത് എപ്പിജിയൽ ആവും, എപ്പികോട്ടൈൽ ആദ്യം ഡെവലപ്പ് ചെയ്താൽ അത് ഹൈപ്പോജിയൽ ആവും. കാരണം എന്താ, എപ്പികോട്ടൈൽ ആദ്യം വളരുമ്പോൾ ബാക്കിയുള്ള പ്ലാൻ പാർട്ടിനെയൊക്കെ നമ്മൾ എങ്ങോട്ടേക്കാണ്, താഴോട്ടാണ് പുഷ് ചെയ്യുന്നത്. അപ്പൊ എല്ലാം റിമെയിൻ അണ്ടർ ദി സോയിൽ, ആ അണ്ടർ വെച്ചാണ് നമ്മൾ ഹൈപ്പോ എന്ന് പറഞ്ഞ നെയിം കൊടുത്തിട്ടുള്ളത്. ഇനി ഹൈപ്പോകോട്ടൈൽ ഡെവലപ്പ് ചെയ്യുമ്പോൾ എങ്ങനെയാണ്, ഹൈപ്പോകോട്ടൈൽ ഓൾറെഡി താഴ്ന്നിരിക്കുന്ന സാധനമാണ്, അപ്പൊ ബാക്കിയുള്ളതിനൊക്കെ ഔട്ട് ഓഫ് ദി സോയിൽ ആണ് നമ്മൾ പുഷ് ചെയ്യുക. അപ്പൊ അങ്ങനെ ഔട്ട് ഓഫ് സോയിൽ പുഷ് ചെയ്യുമ്പോൾ അപ്പോൺ അല്ലെങ്കിൽ എപ്പിജിയൽ ജെർമിനേഷൻ എന്ന് പറയും. ഇനി എക്സാമ്പിളും നോട്ട് ചെയ്യുക, ഹീലിയാന്തസ്, മസ്റ്റർഡ്, കുക്കുർബിറ്റ, കാസ്റ്റർ, അനിയൻ, ടാമറിൻഡസ്, ഇതിൽ ഏതെങ്കിലും എക്സാമ്പിൾ നമുക്ക് ചോദിക്കാം. അപ്പൊ എല്ലാം എങ്ങനെയെങ്കിലും ന്യൂമോണിക് വെച്ച് പഠിച്ചോളാം. ഇതാണ് ഹൈപ്പോജിയൽ ജെർമിനേഷനും എപ്പിജിയൽ ജെർമിനേഷനും തമ്മിലുള്ള ഡിഫറൻസസ്. ഇനി 8th ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്, സീഡ്സ് ഓഫ് സം പ്ലാന്റ്സ് ജെർമിനേറ്റ് ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ഷെഡിങ് ഫ്രം ദി പ്ലാന്റ്സ്, വൈൽ ഇൻ അതർ പ്ലാന്റ്സ് ദേ റിക്വയർ എ പീരിയഡ് ഓഫ് റെസ്റ്റ് ബിഫോർ ജെർമിനേഷൻ. അപ്പൊ ഈ പീരിയഡ് ഓഫ് റെസ്റ്റിന് നമ്മൾ ഡോർമെൻസി പീരിയഡ് അല്ലെങ്കിൽ ഡോർമെന്റ് ആയിരിക്കുന്ന പീരിയഡ് എന്നാണ് പറയുക. ഇനി അതിന്റെ റീസൺ ആണ് ചോദിച്ചിരിക്കുന്നത്, ഫോർ സീഡ് ഡോർമെൻസി ആൻഡ് സം മെത്തേഡ്സ് ടു ബ്രേക്ക് ഇറ്റ്. അപ്പോ എന്താണ് ആദ്യം പറയാം, ചില സീഡ്സ് ഉണ്ട് അവര് എക്സ്റ്റേണൽ കണ്ടീഷൻ ഫേവറബിൾ ആണെങ്കിലും അവര് ഫെയിൽ ടു ജെർമിനേറ്റ്. കാരണം എന്താ, അവർക്കൊരു പീരിയഡ് ഓഫ് ഡോർമെൻസി ഉള്ളതായിട്ട് പറയപ്പെടുന്നു. ആൻഡ് ഇത് എക്സ്റ്റേണൽ എൻവയൺമെന്റ് ഒന്നല്ല കൺട്രോൾ ചെയ്യുന്നത്, എന്തോ എൻഡോജീനസ് കൺട്രോൾ ആണ് ഇതിന് മേലുള്ളത്. അതുകൊണ്ടാണ് എക്സ്റ്റേണലി ഫേവറബിൾ ആണെങ്കിലും അവര് ജെർമിനേറ്റ് ചെയ്യാത്തത്. ആൻഡ് അത് കൺട്രോൾ ചെയ്യുന്ന ആരാണ്, എൻഡോജീനസിറ്റി ആണ് കൺട്രോൾഡ് ആവുന്നത്. ഇനി ഇതിന്റെ റീസൺ എന്താണ്, ഒന്നുകില് ഇംപെർമിയബിൾ അല്ലെങ്കിൽ ഹാർഡ് സീഡ് കോട്ട് ആയിരിക്കണം, അല്ലെങ്കിൽ ചില കെമിക്കൽ ഇൻഹിബിറ്റേഴ്സ് ലൈക്ക് ആബ്സിസിക് ആസിഡ്, ഫിനോളിക് ആസിഡ്, പാരാ അസ്കോർബിക് ആസിഡ് ഒക്കെ അതിനുള്ളിൽ ഉണ്ടാവണം, വിച്ച് എൻഡോജീനസ്ലി ഇൻഹിബിറ്റ് ജെർമിനേഷൻ. അല്ലെങ്കിൽ അവരുടെ എംബ്രിയോ എങ്ങനെയായിരിക്കണം, ഇമ്മെച്ചോർ ആയിരിക്കണം. അപ്പൊ ഇത്തരം കാരണങ്ങൾ കൊണ്ടാവാം നമ്മൾ ചില പ്ലാന്റ്സിൽ സീഡ് ഡോർമെൻസി കാണുന്നത്. ഇനി മെത്തേഡ്സ് ഓഫ് ബ്രേക്കിംഗ് സീഡ് ഡോർമെൻസി അതായത് എൻഡോജീനസ്ലി കൺട്രോൾഡ് ആയിട്ടുള്ള ഈ ജെർമിനേറ്റ് ചെയ്യരുത് എന്നുള്ള ഇതിനെ എങ്ങനെ നമ്മൾ ബ്രേക്ക് ചെയ്യുന്നുള്ളതാണ്. അപ്പൊ സീഡ് ഡോർമെൻസി എന്താണ്, അവർക്ക് അൺഫേവറബിൾ ക്ലൈമറ്റിക് കണ്ടീഷന് ടൈഡ് ഓവർ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. പക്ഷെ ഇത് ഈ ഡോർമെൻസി എന്തിനു ഹെൽപ്പ് ചെയ്യും, can be overcome by some natural and other man-made measures. അതായത് ടു ബ്രേക്ക് ഡോർമെൻസി നമുക്ക് ചില നാച്ചുറലും ചില man-made മെഷേഴ്സ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ, സീഡ് കോട്ട്
ഇവിടെ നമ്മൾ പറഞ്ഞു ഇംപെർമനന്റ് ഹാർഡ് സീഡ് പോട്ട് ആണ് ഒരു റീസൺ ഓഫ് ഡോർമെൻസി. അപ്പൊ ആ സീഡ് പോട്ട് ഹാർഡ് ആണെന്ന് തിരിച്ചറിയുന്നത് കേസസിൽ നമ്മൾ എങ്ങനെ ചെയ്യും? അതിനെ മെക്കാനിക്കലി അബ്രേഡ് ചെയ്ത്, അതായത് അബ്രാഷൻ കോസ് ചെയ്ത് നമ്മൾ സീഡ് പോട്ട് ബാരിയർ ബ്രേക്ക് ചെയ്യാം. ആൻഡ് ആ സീഡ് പോട്ട് ബാരിയർ എങ്ങനെ? ചില മൈക്രോബിയൽ ആക്ഷൻ കൊണ്ടാവാം, അല്ലെങ്കിൽ ഡൈജസ്റ്റീവ് ട്രാക്ട് ഓഫ് ആനിമൽസിന്റെ ഉള്ളിൽ കൂടി, അതായത് ഏതെങ്കിലും ആനിമൽ ഒരു സീഡ് കഴിക്കാണ് ആൻഡ് ദ സീഡ് ഇസ് അണ്ടർഗോയിങ് ഡോർമെൻസി ബിക്കോസ് എന്തുകൊണ്ടാണ്? അവരുടെ ഹാർഡ് സീഡ് കോട്ട്, ഇംപെർമബിൾ സീഡ് കോട്ട് ഉള്ളതുകൊണ്ട്. അപ്പൊ ഇത് ഏതെങ്കിലും ആനിമൽസിന്റെ ഉള്ളിലേക്ക് കൂടി ഡൈജസ്റ്റീവ് ട്രാക്റ്റിലേക്ക് കൂടി പോകുമ്പോൾ അവിടെ ഡൈജസ്റ്റീവ് എൻസൈംസും ബാക്കിയുള്ള മൈക്രോബിയൽ ആക്ഷനും കൊണ്ട് അവർ മെക്കാനിക്കലി അബ്രേഡഡ് ആവും. ആൻഡ് ആ ഹാർഡ് സീഡ് കോട്ട് എങ്ങനെയാവും? ഹാർഡ് അല്ലാണ്ടാവും, അതായത് വീക്കെൻഡ് ആവും. അപ്പൊ അങ്ങനെ അതൊരു രീതി ടു ബ്രേക്ക് സീഡ് ഡോർമെൻസി. അല്ലെങ്കിൽ എന്താ, ഈ ഹാർഡ് സീഡ് കോഡിനെ വീക്കെൻഡ് ചെയ്യാൻ നമ്മൾ ഷാർപ്പ് എഡ്ജ് അല്ലെങ്കിൽ നൈഫ്സിനെ ഉപയോഗിക്കാം. ഇതിനെ എന്നാ പറയുന്നത്? സ്കേറിഫിക്കേഷൻ. അതായത് സ്കാർ ഉണ്ടാക്കുമല്ലോ നമ്മളിങ്ങനെ ഷാർപ്പ് എഡ്ജ് വഴി, അതിനാണ് വിളിക്കുന്നത് സ്കാരിഫിക്കേഷൻ. ഇനി അതോ അല്ലെങ്കിൽ സ്ട്രാറ്റിഫിക്കേഷൻ ആണ് അടുത്ത മെത്തേഡ്. സ്ട്രാറ്റിഫിക്കേഷൻ എന്താണ്? പ്രീ ചില്ലിങ് ട്രീറ്റ്മെന്റ്, അതായത് ഭയങ്കര ലോ ടെമ്പറേച്ചറിൽ ഇവര് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുക, അതിൻ്റെ ഉള്ളിൽ സീഡ് വെക്കുക, അങ്ങനെ സീഡ് ഡോർമെൻസി ബ്രേക്ക് ആക്കാനുള്ള രീതി സ്ട്രാറ്റിഫിക്കേഷൻ. ഇനി ഇൻ കേസ് ഇൻഹിബിറ്ററി സബ്സ്റ്റൻസസ് കൊണ്ടാണ് ഇത് എങ്ങനെ ഇൻഹിബിറ്ററി സബ്സ്റ്റൻസ് കൊണ്ടാണ് അത് സീഡ് ഡോർമെന്റ് ആയിരിക്കുന്നതെങ്കിൽ എങ്ങനെ ഈ ഇൻഹിബിറ്ററി സബ്സ്റ്റൻസിനെ കൗണ്ടർ ആക്ട് ചെയ്യാൻ വേണ്ടി ഈ സീഡ്സിനെ നമ്മൾ ചില്ലിങ് കണ്ടീഷൻസിൽ കൊണ്ടുവെക്കും. ആൻഡ് ചില കെമിക്കൽസ് ലൈക്ക് ഗിബറലിക് ആസിഡ് ആൻഡ് നൈട്രേറ്റ്സ് പ്രൊവൈഡ് ചെയ്യും. അവരെങ്ങനെയാണ്? അവർ ഗ്രോത്ത് ഉണ്ടാക്കാനുള്ള അല്ലെങ്കിൽ ഡോർമെൻസി ബ്രേക്ക് ചെയ്യാനുള്ള കെമിക്കലാണ്, ഇൻഹിബിറ്റർ അല്ല ആക്ടിവേറ്റർ ആണ്. അപ്പോ ആൻഡ് ഇറ്റ് കെൻ ബി ഓൾസോ ബ്രേക്ക് ബൈ ഓക്സിൻ ആൻഡ് സൈറ്റോകൈൻ, അതായത് ഗ്രോത്ത് ഹോർമോൺ. നമ്മൾ പ്ലാൻ ഗ്രോത്ത് ചാപ്റ്ററിൽ ഹോർമോൺ ഒക്കെ പഠിക്കുമ്പോൾ ഇവരൊക്കെ എങ്ങനെയാണ് ഗ്രോത്ത് ഉണ്ടാക്കുന്ന ആളാണ്. അപ്പോൾ ഓക്സിൻ സൈറ്റോകൈനൊക്കെ വെച്ച് നമുക്ക് സീഡ് ഡോർമെൻസി ബ്രേക്ക് ചെയ്യാം. അല്ലെങ്കിൽ എൻവയൺമെന്റ് കണ്ടീഷൻ ചെറുതായിട്ട് മാറ്റി നോക്കാം, അതായത് ലൈറ്റ് ആൻഡ് ടെമ്പറേച്ചർ വഴി നമുക്ക് പുറത്ത്, അതായത് എക്സ്റ്റേണലി നമ്മൾ കൺട്രോൾ ചെയ്ത് നമുക്ക് സീഡ് ഡോർമെൻസി ഓവർകം ചെയ്യാൻ പറ്റും. നമ്മൾ എന്തൊക്കെ പറഞ്ഞു? വേരിയസ് നാച്ചുറൽ മീൻസ് ഉണ്ട്. നാച്ചുറൽ മീൻസും മാൻ മെയ്ഡ് മീൻസും ഉണ്ട്. നാച്ചുറൽ മീൻസ് ഇതിൽ നമുക്ക് എന്തൊക്കെ കണ്ടു? മെക്കാനിക്കലി അബ്രേഡഡ് ആവാം, സ്കാരിഫിക്കേഷൻ ചെയ്യാം ഷാർപ്പ് എഡ്ജ് ഉപയോഗിച്ച്, അല്ലെങ്കിൽ ഡൈജസ്റ്റീവ് ട്രാക്ട് ആനിമൽസ് കഴിക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ മൈക്രോബിയൽ ആക്ഷൻ ഡൈജസ്റ്റീവ് എൻസൈംസും വെച്ച് മെക്കാനിക്കൽ അബ്രേഷൻ സംഭവിച്ച് വീക്കെൻഡ് ആവാം ഹാർഡ് സീഡ് കോട്ട്. അല്ലെങ്കിൽ എങ്ങനെ ഇൻ കേസ് ഈ ഗ്രോത്ത് ഇൻഹിബിറ്റർ കൊണ്ടാണ് എൻഡോജീനസ്ലി സീഡ് ഡോർമെൻസി ബ്രേക്ക് ആവാത്തത് എങ്കിൽ നമുക്ക് ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്യുന്ന കെമിക്കൽസ് പ്രൊവൈഡ് ചെയ്യാം. അല്ലെങ്കിൽ അതിനെയാണ് നമ്മൾ ഇങ്ങനെ പ്രീ ചില്ലിങ് ട്രീറ്റ്മെന്റ് അല്ലെങ്കിൽ ചില്ലിങ് ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഒന്നും നടന്നില്ലെങ്കിൽ നമ്മൾ എക്സ്റ്റേണൽ കണ്ടീഷൻ അവർക്ക് വേണ്ട രീതിയിൽ ലൈറ്റും ടെമ്പറേച്ചറും ഒക്കെ സെറ്റ് ചെയ്ത് കൊടുക്കുമ്പോഴും എന്ത് സംഭവിക്കും? ബ്രേക്കേജ് ഓഫ് സീഡ് ഡോർമെൻസി. അപ്പൊ ഇത്രയാണ് അതിന്റെ ലോങ് ആൻസർ ക്വസ്റ്റ്യൻ. അപ്പൊ ഇതോടെ നമ്മുടെ ഏത് ചാപ്റ്റർ കഴിഞ്ഞു? മോർഫോളജി ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സ് കഴിഞ്ഞു. അപ്പൊ ഇന്നത്തെ ക്ലാസ് എൻഡ് ചെയ്യാണ്. താങ്ക് യു.